ഞങ്ങൾ ചോദിക്കുന്നത്. സഹോദരങ്ങളെ, ഞാനത് ആയത്ത് തന്നെ വേണമല്ലോ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം നിങ്ങളെ. ആ മെഹബൂബാ വന്നിരിക്കുന്നത്. മെഹബൂബിനെ എടുക്കണോ സഹോദരങ്ങളെ? കുഴപ്പമില്ല, എടുക്കാമല്ലോ. പുള്ളി മോശമൊന്നും പറയുന്നില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. പറഞ്ഞത് മനസ്സിലാകത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, ഞാൻ എടുത്തു. ആ മെഹബൂബ് നോക്കട്ടെ. നമസ്കാരം. മെഹബൂബ് നമസ്കാരം. സംസാരിക്കുന്ന ഒരാൾ തന്നെയാണ് മെഹബൂബ്. അതുകൊണ്ട് നമുക്ക് കുഴപ്പങ്ങളൊന്നും. നമസ്കാരം കത്തലിക്കൻ സാർ. നമസ്കാരം. എന്തൊക്കെയുണ്ട് മെഹബൂബ് വിശേഷം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വശ്ശിഹാൽ. സുഖമായിട്ട് പോകുന്നു. അതിന്റെ അർത്ഥം അറിയില്ലല്ലോ മെഹബൂബെ, ഒന്ന് പറയാമോ? ഏകസത്യ ദൈവത്തിനാണ് സർവസ്തുതിയും. ഏകസത്യ ദൈവത്തിനാണ് സർവസ്തുതിയും. ഓക്കെ. ആ ഏകസത്യ ദൈവം എന്ന് പറയുന്നത് ഏതാണ്? അതിനകത്ത് എന്താണ് ആദ്യം പറഞ്ഞത്, ഒന്ന് പറയാമോ? ആ അറബിയിൽ പറഞ്ഞത് അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അപ്പൊ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് പേരാണോ അതിനകത്ത്, അല്ലെങ്കിൽ അതൊരു വേർഡാണോ? എന്താണത് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്? അൽഹംദു സർവസ്തുതിയും, അൽഹംദുലില്ലാ സർവസ്തുതിയും ഏകസത്യ ദൈവമായ അൽഹംദുലില്ലാ സർവസ്തുതി അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? അൽഹംദു സർവസ്തുതിയും ലില്ലാ. സർവസ്തുതിയും ഒരു മിനിറ്റ്. അൽഹംദു സർവസ്തുതിയും, അൽഹംദു ലില്ലാഹ് അതിന്റെ അർത്ഥം എന്താ? ലില്ലാ അള്ളാഹുവിനാണ്. അള്ളാഹു എന്നല്ലല്ലോ, ലാഹ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ അള്ളാഹു വരണേ അവിടെ? അൽഹംദു, ഇപ്പൊ മെഹബൂബ് പറഞ്ഞു അൽഹംദു സർവസ്തുതിയും ലില്ലാഹ് അള്ളാഹുവിന് എന്നാണ് പറഞ്ഞത്. ഈ ലില്ലാഹ് എന്ന് പറഞ്ഞാൽ അത് എന്താണ് അള്ളാഹുവിന് എന്ന് പറയുന്നത്? അള്ളാഹു എന്നുള്ള വേർഡ് അവിടെ വന്നിട്ടില്ലല്ലോ, ഒരു വാക്ക് വന്നിട്ടില്ലല്ലോ. ലാഹ് എന്നല്ലേ വാക്ക് വന്നിട്ടുള്ളൂ. അത് ഞാൻ അറിയാൻ വേണ്ടി പറയാം. അതായത് ആ അള്ളാഹു എന്ന ആ ഇസ്മിന്റെ മുന്നിലായിട്ട് കസർ വന്നാൽ, അതായത് ബിസ്മി, അതായത് മീ എന്നുള്ള കസർ വന്നാൽ എന്താണ്? ബിസ്മില്ല, ഇല്ല എന്നുള്ള അക്ഷരം ഇല്ല എന്ന് വായിക്കണം. അതേസമയത്ത് ഫത്ഹ ആണെങ്കിൽ അൽഹംദു, മെഹബൂബെ, ഇത് ഈ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ അല്ലെങ്കിൽ പ്രൊനൗൺസ് വരുമ്പോ എന്താ സംഭവിക്കുക? ഇപ്പൊ റഹ്മാൻ എന്ന് പറയുമ്പോ അവിടെ അല്ല് ചേർക്കില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഇറഹ്മാൻ എന്ന് പറയുന്നത്. അതേസമയം ഈ ഇലാഹ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അല്ല് ചേർക്കാം എന്ന് നമുക്കറിയാം. അതാണ് അൽ ഇലാഹ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ലാഹിന്റെ മുമ്പിൽ അല്ല് ചേർത്തു അൽ ലാഹ് എന്ന് പറയുന്നത്. അതാണ് അൽഹംദുലിൽ പ്ലസ് ലാഹ്. അത് ലിൽ എന്ന് പറയുന്ന ഒരു ചില്ലക്ഷരമല്ല അവിടെ വന്നിരിക്കുന്നത്. അൽ എന്ന് പറയുന്ന ചില്ലക്ഷരം ചേർത്തിട്ട് പിരിച്ചെഴുതിയാലും ലില്ലാഹ് തന്നെയാണ്. അതേപോലെ തന്നെ അല്ല് ചേർത്താലും ഇൽ ചേർത്താലും, ലില്ലല്ല ഇൽ ചേർത്താലും അത് പിരിച്ചെഴുതുമ്പോ ലില്ലാഹ് തന്നെ വരും. അത് അറബി ഭാഷയുടെ നിയമമാണ്. അതായത് അറബി ഭാഷ എന്റെ പൊന്നു മെഹബൂബെ, അറബി ഭാഷയുടെ നിയമം പറയല്ലേ, അറബി ഭാഷയുടെ നിയമം പറയല്ലേ. ഈ വേൾഡില് ഞാൻ പറയാം, ഒരു സെക്കൻഡ്. വേൾഡിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഷ എന്ന് അംഗീകരിച്ചിരിക്കുന്നത് മലയാളമാണ്. വേൾഡിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഷ എന്ന് അംഗീകരിച്ചിരിക്കുന്നത് മലയാളം. ഇന്ദിരാഗാന്ധി ജീവിച്ചിരുന്ന ഭാഷയിൽ മലയാളത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഒരു ടിന്നിനകത്ത്, ചെറിയൊരു പാട്ട എന്ന് നമ്മൾ പറയത്തില്ലേ, ടിന്നിനകത്ത് നിങ്ങൾ 2-3 കല്ലെടുത്തിട്ട് കിലുക്കി കഴിഞ്ഞാൽ കിലിക്കിലാന്ന് കേൾക്കില്ലേ? അതാണ് നിങ്ങളുടെ മലയാളം. അത്രയ്ക്ക് ടഫായിരുന്നു എന്നാണ് പറയുന്നത്. അത്രയും ബുദ്ധിമുട്ടുള്ള ഭാഷയും എന്നാൽ ഉപയോഗത്തില് ഭംഗിയുള്ള ഭാഷയും മലയാളം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അറബിയുടെ ബുദ്ധിമുട്ട്, അറബി ഭാഷയുടെ ബുദ്ധിമുട്ട് പറയണ്ട. ഞങ്ങളൊക്കെ അറബി നാട്ടിലുണ്ടായിരുന്നതാണ്. അവിടെ നിങ്ങളെ ബുദ്ധിമുട്ടാക്കുകയാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണിത്. നിങ്ങളെ പറഞ്ഞ് ബുദ്ധിമുട്ടാക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ.
അല്ല എന്ന് പറയില്ല, അള്ളാ എന്ന് പറയുള്ളൂ. എന്ന് വെച്ചാല് ആ എന്ന ഹർഫ് ഫത്തഹ് എന്ന് പറയാ. ആ എന്ന ആ ആയതുകൊണ്ട് എന്തായി അള്ളാഹ്, അത് ഈ എന്നാണെങ്കിൽ ഇല്ല എന്നേ പറയുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കിക്കോളി. അത് ഈ കസർ എന്ന് പറയുമ്പോൾ ഈ എന്ന് പറയുമ്പോൾ കസറാണ്, ആ എന്ന് പറയുമ്പോൾ ഫത്തഹാണ്, ലമ്മ് ഊ എന്ന് പറയുമ്പോൾ ലമ്മാണ്. അപ്പൊ ലമ്മ വരുമ്പോ അള്ളാഹ് എന്ന ഉച്ചാരണം. ഈ അതായത് അള്ളാഹ് എന്ന ജലാലത്തിന്റെ ഹറഫിന്റെ മുന്നിലായിട്ട് കസർ ഈ എന്നുള്ള ഇത് ഉച്ചരിക്കുകയാണെങ്കിൽ അവിടെ ലാ എന്നാണ് ഉച്ചാരണം വരിക. ഞാൻ പറഞ്ഞ മനസ്സിലാകണ്ടോ ഇല്ല എനിക്കറിയില്ല. അതുകൊണ്ടാണ് ബിസ്മില്ലാഹി എന്ന് പറയാൻ കാരണം. ഓക്കെ, ഫത്ഹായതുകൊണ്ട് ഹുവല്ലാഹു എന്ന് പറയാം, ഹുവല്ലാഹു എന്ന് പറയില്ല. അത് നിയമമാണ്, അറബിയുടെ നിയമം, സിമ്പിളാണ്. നിങ്ങൾ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ലാതെ എനിക്ക് പറയാൻ കാരണം. ഞാൻ പറഞ്ഞ കേൾക്കുണ്ടോ? കട്ടായി പോയാ എനിക്കറിയില്ല. കേട്ടു. ഇവിടെ ഇപ്പോ ഈ കുൽ എന്ന് പറയാറുണ്ട്, പറയൂ. കലാം എന്ന് പറയാറുണ്ട്, രണ്ടും പറയൂന്ന് തന്നെയാണ്. കലാം എന്ന് പറയുന്നത് ഇറ്റ് വിൽ കം ടു ദ എന്താ പറയുക, കൊളോക്കിയൽ ലാംഗ്വേജും. കുൽ എന്ന് പറയുന്നത് നമ്മുടെ അച്ചടി സംസാര ഭാഷയുമാണ് അറബിയുടെ. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, അതൊരു ശൈലിയാണ്. ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, എന്തിനു മക്കളെ ഇങ്ങനെ നിൽക്കുന്നത്, നിങ്ങൾ വെള്ളങ്ങളൊക്കെ കുടിച്ചാ എന്ന് ചോദിക്കാറുണ്ട്. എവിടെ? തിരുവനന്തപുരം സ്റ്റൈലില്. ആ തിരുവനന്തപുരം സ്റ്റൈല് അച്ചടി ഭാഷയിൽ വരത്തില്ല. അപ്പൊ എന്തൊരു മക്കളെ എന്ന് ചോദിക്കാറില്ല. അപ്പൊ എന്താ വെള്ളം കുടിച്ചായിരുന്നോ എന്നേ ചോദിക്കാറുള്ളൂ, വെള്ളം കുടിച്ചോ എന്നേ ചോദിക്കാറുള്ളൂ. അത് അച്ചടി ഭാഷയും കൊളോക്കിയൽ ലാംഗ്വേജും ഭാഷയും തമ്മിലുള്ള വ്യത്യാസമാണ്. അത് പലയിടത്തും പല സ്റ്റൈലുമുണ്ട്. ഇപ്പൊ ഈ കേരളത്തിൽ തന്നെ ഓരോ 10 12 സ്റ്റൈലുകൾ ഉണ്ടെങ്കിലും അച്ചടി ഭാഷ ഒന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ അല്ലാ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാലും അള്ളാ എന്നേ വായിക്കുള്ളൂ. ഞാൻ നിങ്ങൾ അള്ളാ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്ന അതേ ശൈലിയിൽ തന്നെയാണ് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത്. അള്ളാഹ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്നതും അള്ളാഹ് തന്നെയാണ്. എന്നാൽ ചിലർ പറയും അല്ലാഹ് എന്ന് പറയും. ഞാൻ അല്ലാഹ് എന്നല്ല പറയുക, ഞാൻ അള്ളാഹ് എന്ന് തന്നെ പറയും. എന്നോട് പലരും ചോദിക്കാറുണ്ട് മുസ്ലിം ആണോ എന്ന് എൻ്റെ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ആ കേസുകൾ വിട്, നമുക്ക് അതിനകത്ത് ഇത് വിഷയമല്ല. കാരണം ഈ ബിസ്മില്ലാഹ് എന്ന് പറയുന്നതും ലാഹ് തന്നെയാണ്, അൽഹംദുലില്ലാഹ് പറയുന്നതും ലാഹ് തന്നെയാണ്, മാഷ അള്ളാ എന്ന് പറയുന്നത് അള്ളായാണ്, ലാഹല്ല. മിൻഷാ അള്ളാ എന്ന് പറയുന്നതും അള്ളായാണ്, അത് ലാഹല്ല. അപ്പൊ ഇത് കുറച്ചു മുമ്പ് ഞാൻ അതിന്റെ കാര്യങ്ങൾ ഇവിടെ ഇപ്പൊ ജസ്റ്റ് ഞങ്ങൾ സംസാരിച്ചേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങൾ വിട്, ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എനിവേ ബാക്കി വേറെ കാര്യം പറഞ്ഞോളൂ. അല്ല എസ്ജബായി, ഇത് വേൾഡിൽ മൊത്തം അങ്ങനെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. എല്ലാവരും ഉച്ചരിക്കുക അങ്ങനെ തന്നെ ഉച്ചരിക്കുക. അതല്ലാതെ അത് വിട് അതെന്താ പറയാ, മെഹബൂബിനെ അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടിട്ട് ഇല്ല. മെഹബൂബ്, അറബി ഒരു പ്രത്യേക ഭാഷയൊന്നുമല്ല, ലോകത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ഭാഷയൊന്നും അല്ല അറബി. പറഞ്ഞില്ലേ സുഹൃത്തെ, നിങ്ങൾ തന്നെ എന്റെ അറിയാപ്പുറം വായിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞോ? ഞാൻ അറബിയുടെ നിയമം ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നൊന്നും പറയരുത്. ഒരു ഭാഷയ്ക്കും ഞാൻ പറയുമ്പോ താങ്കൾ പറയുമ്പോ ഞാൻ പിന്നെ മിണ്ടാന്നാണ്. താങ്കൾക്ക് പറയാനുള്ളത് പറയും. ഇല്ല, ഞാൻ മിണ്ടിയില്ല. പറഞ്ഞു. ഇപ്പൊ ഞാനിപ്പോ പറയുന്നത് വേറെ ഒന്നുമല്ല. ഏതൊരു ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട്, അതിൻ്റെതായിട്ട്. ഇപ്പൊ സിംഹള ഭാഷ ചെറുതാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം അവർക്കുണ്ട്. മനസ്സിലായില്ലേ? അച്ചടി ഭാഷ ഇല്ലാത്ത കൊങ്ങിണി ഭാഷയാണെങ്കിലും അച്ചടിയില്ല അവർക്ക് അവരുടേതായിട്ടുള്ള ലിപിയില്ല. എങ്കിലും ആ ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതേപോലെ പ്രാധാന്യമുള്ള ഒരു ഭാഷ തന്നെയാണ് അറബി, അല്ല എന്ന് പറയുന്നില്ല. പക്ഷേ മൊത്തമുള്ള ഭാഷകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിൽ നിന്ന് വളരെ വ്യത്യാസമുള്ള, അതിന്റെ ശൈലിയിൽ വ്യത്യാസമുള്ള ഭാഷയാണ് എന്നൊന്നും പറയരുത്. നമ്മൾ ഇനി അതൊന്നും പറയരുത്, അതൊക്കെ മോശമാണ്. നമ്മൾ ബാക്കിയുള്ള ഭാഷകളെ നമ്മൾ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. എനിവേ അത് വിട്ട് ഇനിയിപ്പോ അതിനെ കുറിച്ച് പറഞ്ഞു. കാരണം മെഹബൂബ് അങ്ങനെ പഠിച്ചത് കൊണ്ടാണ്. ഞാൻ ഒരു ആയത്ത് ചോദിക്കുകയാണ്. 7:17 എഴുതിയിരിക്കുന്നു. 7:17 എഴുതിയിരിക്കുന്നു പിശാച് തന്നെയാണ് അള്ളാഹ് എന്ന് ഞാൻ പറഞ്ഞാൽ മെഹബൂബ് അതിന് എന്ത് മറുപടി പറയും? ഞാൻ 15 മുതൽക്ക് വായിക്കാം. വായിച്ചോളൂ.
ഖാല ഇന്നക മിനൽ മുൻദിരീൻ, അവൻ അള്ളാഹു പറഞ്ഞു, തീർച്ചയായും നീ അവധി നൽകപ്പെട്ടവരുടെ കൂട്ടത്തിലാകുന്നു. അവൻ അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, നീ എന്നെ വഴിപിഴപ്പിച്ചതിനാൽ നിന്റെ നേരായ പാതയിൽ മനുഷ്യർ പ്രവേശിക്കുന്നത് തടയാൻ ഞാൻ കാത്തിരിക്കും. 7:17. പിന്നീട് അവരുടെ മുന്നിലൂടെയും അവരുടെ പിന്നിലൂടെയും അവരുടെ വലതുഭാഗങ്ങളുടെയും ഇടതുഭാഗങ്ങളുടെയും ഞാൻ അവരുടെ അടുത്ത് ചെല്ലുക തന്നെ ചെയ്യും. അവരിൽ അധിക പേരെയും നന്ദിയുള്ളവരായി നീ കണ്ടെത്തുന്നതല്ല. അപ്പോൾ അള്ളാഹു അതിന് മറുപടി പറയാണ്. അള്ളാഹു പറഞ്ഞു, നിന്ദ്യനും തള്ളപ്പെട്ടവനുമായിക്കൊണ്ട് നീ ഇവിടെ നിന്ന് പുറത്തു കടക്കൂ. അവരിൽ നിന്ന് വല്ലവരും നിന്നെ പിൻപറ്റുന്ന പക്ഷം നിങ്ങളെല്ലാവരെയും കൊണ്ട് ഞാൻ നരകം നിറയ്ക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇതിന്റെ 7:17 നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുക? അതായത് മനുഷ്യരുടെ അടുത്ത് സാത്താൻ വരും വഴിപിഴപ്പിക്കാൻ ശ്രമിച്ചു. അപ്പൊ ആ വാക്കുകൾ ആരുടെയാണ്? അങ്ങനെ അപ്പൊ ഈ വാക്കുകൾ ആരുടെയാണ്? ആരാണ് അവിടെ പറയുന്നത്? ഇവിടെ അള്ളാഹുവോട് ഇബ്ലീസ് പറയാണ്, ഞാൻ അവിടെ ഇരിക്കട്ടെ. അത്രേ ഉള്ളൂ. അപ്പോ ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ ഖുറാനിന്റെ അകത്ത് ഇബ്ലീസിന്റെ വാക്കുകൾ ഉണ്ട് എന്നല്ല ഇപ്പൊ മെഹബൂബ് പറഞ്ഞത്? അതെ, ഇബ്ലീസിന്റെ വാക്ക് തന്നെയാണുള്ളത് പറഞ്ഞത്. അതെ. അപ്പൊ ചുരുക്കം പറഞ്ഞാല് അപ്പൊ ഈ ഖുറാൻ എന്ന് പറയുന്നത് ഒരു അവിയൽ പരുവമായിട്ട് രൂപാന്തരപ്പെട്ട് വരികയാണ് അല്ലെ? കാരണം ഇബ്ലീസിന്റെ വാക്കുണ്ട്, അള്ളാന്റെ വാക്കുണ്ട്, മൂസയുടെ വാക്കുണ്ട്, മുഹമ്മദിന്റെ വാക്കുണ്ട്, ഐഷയുടെ വാക്കുണ്ട്, പിന്നെ സൗദയുടെ വാക്കുണ്ട്, ഉമറിന്റെ വാക്കുണ്ട്. ഈ ആരുടെയൊക്കെ ഇല്ല, ഇനി ആരുടെ ഇല്ലാത്തത് എന്നൊന്ന് പറയാമോ? അല്ല, ഇത് തന്നെയാണ് ബൈബിളിലെ യേശുവിന്റെ അടുത്ത് സാത്താൻ പറയുന്നത്. അല്ല, ബൈബിൾ ഒരിക്കലും കൊണ്ടുപോയി യേശുവിനെ കൊണ്ടുപോയിട്ട്, നീ എന്നെ ഒരു പ്രാവശ്യം നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാമെന്ന് സാത്താൻ പറയുന്നുണ്ട്. അപ്പൊ അതിലും സാത്താന്റെ വാക്കുണ്ടെന്ന് പറഞ്ഞോട്ടെ നമുക്ക്? അങ്ങനെയാണെങ്കിൽ ഉണ്ട്, തീർച്ചയായും. ഇനി ഒരിക്കൽ ഞാൻ ഇതിന് മറുപടി ഒന്ന് പറയാം. ആശയം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്താണ്? സാത്താന്റെ വഴിയിലേക്ക് മനുഷ്യർ പോകരുത്. ഏത് നിമിഷവും യേശുവിനെ വരെ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ചു സാത്താൻ. അതായത് ഒരു പ്രാവശ്യം എന്നെ സുജൂദ് ചെയ്താൽ, എന്നെ ഒരു പ്രാവശ്യം നീ സുജൂദ് വണങ്ങിയാൽ, അപ്പോഴാണ് യേശു പറയുന്നത്, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായി നിന്നെ സൃഷ്ടിച്ച ആ ഏകസത്യ ദൈവത്തെ മാത്രം ആരാധിക്കാവൂ, അവനെ മാത്രമേ പ്രണമിക്കാവൂ എന്ന് യേശു പറഞ്ഞു കൊടുക്കുകയാണ് സാത്താനെ. മെഹബൂബെ മനസ്സിലായി, എനിക്ക് കേൾക്കും. ഇപ്പോ ഇതിനകത്തുള്ള വ്യത്യാസം എന്താണെന്നറിയാം. ഇപ്പൊ താങ്കൾ ഇതൊക്കെ പറഞ്ഞു, ഞങ്ങളത് അംഗീകരിച്ചു, ഞാൻ കുറെ പറഞ്ഞു, അതൊക്കെ നമ്മൾ ഇവിടെ എല്ലാവരും കേട്ടു. ഇതിന്റെ വിഷയം എന്താണെന്നറിയാം? കേൾക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു, ഫോണിലാണല്ലേ? മെഹബൂബ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ ചിലപ്പോൾ കേൾക്കത്തില്ല നമ്മൾ പറഞ്ഞാൽ. ഓക്കെ. ഇപ്പോ ഈ നിങ്ങളുടെ ഖുറാൻ എന്ന് പറയുന്നത്, ഈ ഖുറാൻ ആരെഴുതി? നിങ്ങളുടെ അള്ളാഹുവിന്റെ നേരിട്ടുള്ള വചനം. അതായത് അള്ളാഹു ഇബ്ലീസ് വഴി, മുഹമ്മദ് വഴി, സയ്യിദ് ബിൻ സാബിത്ത് വഴി എഴുതി ജനങ്ങളുടെ കയ്യിൽ കൊടുത്തു. ഓക്കെ, നിങ്ങൾ പറയുന്നത് പോലെ നേരിട്ട് മുഹമ്മദിന് കൊടുത്തു, അല്ലാണ്ട് വേറെ ആരും എഴുതിയതല്ല. അള്ളാഹുവിന്റെ നേരിട്ടുള്ള വചനമാണ്, കലാമാണ് ഈ മുഹമ്മദ് കലാമാണെങ്കിൽ അതുവഴിയുള്ള വചനമാണ് ഈ കാണുന്നത്. പക്ഷേ ബൈബിള് എന്ന് പറയുന്നത് അന്ന് സമകാലികരായിട്ടുള്ള ആളുകളുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ മനുഷ്യരെഴുതിയതാണ്, അല്ലാണ്ട് യേശു നേരിട്ട് എഴുതിയതല്ല. ഞങ്ങള് സ്വർഗത്തിൽ നിന്ന് കെട്ടിയിറക്കി തന്നതാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. ബൈബിള് സമകാലികരായിട്ടുള്ള ആളുകൾ മനുഷ്യരെഴുതിയതാ. പക്ഷെ നിങ്ങളുടെ ഇത് മനുഷ്യരെഴുതിയതല്ല, ദൈവത്തിന്റെ വാക്കുകൾ, നിങ്ങളുടെ അള്ളാഹുവിന്റെ വാക്കുകളാണ്. മനസ്സിലായോ? അവിടെയാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇത് രണ്ടും ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഞങ്ങളുടെ അതിനകത്ത് യേശു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ സമകാലികരായിട്ടുള്ള മനുഷ്യരെഴുതിയതാണ്. ഇപ്പൊ പത്രോസ് ആണെങ്കിലും യോക്കാവാണെങ്കിലും ആരാണെങ്കിലും യോഹന്നാൻ എഴുതിയത് അവരൊക്കെ ഈ മനുഷ്യരെഴുതിയതാ. ഇതും മനുഷ്യൻ തന്നെയാണ്. നിങ്ങളെ അള്ളാഹുവിന്റെ വചനാണെന്ന് പറയുന്നു. അള്ളാഹുവിന്റെ വചനങ്ങള് മനുഷ്യർ എഴുതിയതാണ്. ആരാ പറഞ്ഞു മനുഷ്യർ എഴുതിയല്ല എന്നുള്ളത്? നൂലയിൽ കെട്ടി ഇറക്കി കൊടുത്തതാണെന്ന് പറഞ്ഞു 50,000 വർഷങ്ങൾക്ക് മുമ്പ്. അതെ, വചനങ്ങൾ ഇറക്കപ്പെട്ടതാണ്. പക്ഷെ അത് ബുക്കിൽ എഴുതിയതാരാണ്? മനുഷ്യരെന്നല്ലേ. അതിനെ ക്രോഡീകരിച്ചതും അതിനെ എഴുതിയതാരാണ്? വചനം അള്ളാഹുവിന്റെ അല്ലേ? അതെ, കാര്യസ്ഥന് കേട്ടത് പറയുന്നവരല്ലേ? കാര്യസ്ഥന് കേട്ടത് പറയും.
സ്വന്തം അഭിപ്രായം പറയല്ല, കേട്ടത് പറഞ്ഞത് എഴുതിയെടുത്താണ്. അപ്പൊ അതിനകത്ത് ഈ അതായത് പിശാചിന്റെ അതായത് വാക്കുകള് ഏകസത്യദൈവമായ പിതാവ് അവന്റെ കാര്യസ്ഥന് കേട്ടത് അല്ല പറയുമെന്ന് മെഹബൂബ്, പറഞ്ഞ ബൈബിളിൽ പറഞ്ഞ ആ കേട്ടത് എഴുതിയെടുത്താണ് ഖുറാൻ എന്ന് പറയുന്നത്. മെഹബൂബെ അപ്പൊ ഈ നിങ്ങളുടെ ദൈവം എന്ന് പറയുന്ന അള്ളാഹ്, ഇബ്ലീസ് അള്ളാഹുവിനോട് പറഞ്ഞിട്ട് അള്ളാഹ് മുഹമ്മദിനോട് പറഞ്ഞു എന്നാണോ പറയുന്നത്? ഇബ്ലീസിന്റെ വാക്കുകൾ പിന്നെ എങ്ങനെ വരിക അതിനകത്ത്? ഇബ്ലീസ് പറഞ്ഞത് അല്ലാഹു മുഹമ്മദ് നബിക്ക് അറിയിച്ചു ആരോട് പറഞ്ഞു? കൊടുത്താണ് സുഹൃത്ത്, ഇബ്ലീസ് അതല്ലേ ആരോട് ഖുറാൻ. പറഞ്ഞു? അല്ല ഇബ്ലീസ് ഇബ്ലീസ് ആരോട് ആ പറഞ്ഞു? കാലത്ത് ഇബ്ലീസ് എഴുതിയതല്ലോ, പറഞ്ഞതല്ലല്ലോ ഇവിടെ ഇവിടെ പറഞ്ഞ വാക്കാരാണ് ഇബ്ലീസിൻ്റെതാണ്. അത് ആര് കോട്ട് ചെയ്തു? അള്ളാഹു പറഞ്ഞു കൊടുത്തു. ആർക്ക്? കാര്യസ്ഥന്. അപ്പൊ എത്ര പേര് മറിഞ്ഞാണ് ഇത് വരുന്നത്? അത് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ബുദ്ധിയില്ല, അപ്പൊ ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കശ്യപത്രേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. അല്ല മെഹബൂബെ, ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് ഈ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവാണെന്ന് ബൈബിളിൽ നിന്ന് തെളിവ് സഹിതം ഞങ്ങൾ പറയുകയും ഒടുവിൽ ഖുറാനിൽ നിന്ന് തന്നെ ഈ പറയുന്ന ആള് പരിശുദ്ധാത്മാവും മുഹമ്മദ് അല്ല എന്ന് ഞങ്ങൾ തെളിയിക്കുകയും ചെയ്തിട്ട് ഇപ്പം ഈ സംസാരത്തിന് ഇടയ്ക്ക് ഈ മെഹബൂബ് കാര്യസ്ഥൻ ഇത് ഏത് കാര്യസ്ഥന്റെ കാര്യം പറയുന്നത്? മെഹബൂബ് അല്ല മെഹബൂബ്, ഞാൻ ചോദിക്കട്ടെ, മെഹബൂബ് ജനിച്ച നാട്ടിൽ നാണമുണ്ടോ? മെഹബൂബിന് നാണമില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മെഹബൂബ് ജനിച്ച നാട്ടിൽ ആ കരയിൽ നാണം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ? ഞങ്ങൾ ഖുറാനിൽ നിന്ന് തെളിയിച്ചതല്ലേ? ഖുറാൻ 2:97 ജിബ്രീൽ എന്റെ ഉള്ളിൽ അവതരിപ്പിച്ചതാണ്. ജിബ്രീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന് പറയുന്ന പേരാണെന്ന് ഖുറാൻ പല സ്ഥലത്ത് പറയുന്നു. അടുത്തത് റൂഹ് എന്ന് പറയുന്നു. റൂഹ് എന്ന് പറഞ്ഞാൽ മലക്കാണ്, അത് ജിബ്രീലാണെന്ന് പറയുന്നു. ഖുറാന്റെ 16:102 ഞങ്ങൾ ആയത്ത് എടുത്തുകൊണ്ട് വന്ന് താങ്കളെ പറഞ്ഞു പഠിപ്പിച്ചു. ഇത് പറയുന്നത് ബൈബിളിൽ പറയുന്ന പരിശുദ്ധാത്മാവല്ല. അപ്പൊ പരിശുദ്ധാത്മാവ് മുഹമ്മദ് അല്ലെന്ന് ഖുറാനിൽ തന്നെ പറയാണ് 16:102. അപ്പൊ ഇനിയും മെഹബൂബ് കൊണ്ടുവന്ന് ഈ കാര്യസ്ഥന്റെ മുകളിലല്ല പരിശുദ്ധാത്മാവിന്റെ മുകളിൽ പരിശുദ്ധാത്മാവ് മുഹമ്മദ് ആണെന്നാണോ മെഹബൂബ് ഇനി ഇവിടെ പറയുന്നത്? മെഹബൂബിന് അല്ല, ഞാൻ ചോദിക്കുന്നത്, മെഹബൂബിന് മറ്റേ ശിർക്ക് ബാധിച്ചിട്ടുണ്ടോ? ഒരു കാര്യം ഒരു തവണയല്ല 100 തവണ പറഞ്ഞാൽ അതിന്റെ കാരണസഹിതം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി തന്ന പിന്നെയും ഇവിടെ വന്നിട്ട് ഈ യഹൂദൻ കൂടോത്രം ചെയ്തതാണോ അതോ ഞങ്ങൾ ക്രിസ്ത്യ ചേട്ടന്മാരായാലും കൂടോത്രം ചെയ്തതാണോ മെഹബൂബിനെ ഈ ശിർക്ക് ബാധിച്ചത്? ഒരു കാര്യം പറയുന്നതിന് ഒരു 100 തവണ, ഇന്നിപ്പോ രാവിലെ തന്നെ ഞങ്ങൾ സംസാരിച്ചതാ, ഒരു 100 പ്രാവശ്യം അതിന്റെ കൃത്യമായിട്ട് അതിന്റെ റെഫറൻസ് സഹിതം പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെയും വന്ന് ഈ കാര്യസ്ഥൻ, ആരുടെ കാര്യസ്ഥൻ? ഇവിടെ കാര്യസ്ഥൻ ഒന്നുള്ളൂ. കാര്യസ്ഥൻ നിങ്ങൾക്ക് പറയാം, കാര്യസ്ഥൻ അള്ളാഹുവാണ്. കാരണം മുഹമ്മദിന്റെ കാര്യസ്ഥനാണ്, അല്ലെങ്കിൽ ശിപ്പായിയാണ് അള്ളാഹു. അത് ഞങ്ങൾക്ക് ഖുറാൻ വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും, അർത്ഥം അറിഞ്ഞു വായിക്കുന്നവർക്ക്. അപ്പൊ ഇവിടെ ഒന്ന് ഈ മെഹബൂബ് ഈ തള്ളുന്നതിന്റെ അർത്ഥം എന്നാണ്? ഇതിനകത്ത് നിങ്ങളുടെ കാര്യം പറയുമ്പോൾ എന്തിനാണ് ഈ ബൈബിളിലോട്ട് കയറുന്നത്? ബൈബിളിൽ കയറേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഇവിടുത്തെ ഖുറാന്റെ കാര്യമല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്. അവിടെ ബൈബിളിനകത്ത് കയറുക, എന്നിട്ട് തോന്നിയതുപോലെ എന്നേലും വിളിച്ചു പറയുക. ഈ കാര്യത്തിൽ ഇത് ഈ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവാണ് കൃത്യമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 14:26 പഠിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ മെഹബൂബ് വരെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഞങ്ങളോട്? ഞാനത് പഠിച്ചിട്ട് വരാം, ബൈബിളിൽ നിന്ന് പഠിച്ചിട്ട് വരാം, ഞാൻ അന്വേഷിച്ചിട്ട് വരാം, നോക്കിയിട്ട് വരാം. ഇത് എവിടെ നിന്നാണ് ഈ കാര്യസ്ഥൻ മുഹമ്മദ് ആണെന്നല്ലേ പരിശുദ്ധാത്മാവ് മുഹമ്മദ് ആണെന്ന് താങ്കൾക്ക് കിട്ടിയ ഒരായത്ത് ഖുറാനിൽ നിന്ന് പറഞ്ഞ് ഞങ്ങളൊന്ന് കേൾക്കട്ടെ. പരിശുദ്ധാത്മാവ് മുഹമ്മദ് ആണെന്ന് പറയുന്ന ഒരായത്ത് ഖുറാനിൽ നിന്ന് താങ്കൾ കാണിക്കൂ. ഞാൻ ഇടയ്ക്ക് ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു ഞങ്ങളെ ഒന്ന് പരിഗണിക്കണ്ടേ മെഹബൂബ്? ഒന്ന് പറഞ്ഞേ, ഖുറാനിൽ എവിടെയാണ് പരിശുദ്ധാത്മാവ് മുഹമ്മദ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഒന്ന് ആയത്തൊന്ന് പറഞ്ഞേ. അല്ല, കത്തോലിക്കുമ്പോ താങ്കള് 7ാമത്തെ വചനത്തിനെ താങ്കള് മറന്നുപോയോ? അതായത് യോഹന്നാൻ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ 7ാമത്തെ വചനം, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ അടിവരായിട്ട് വായിക്കുന്നതാണ്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരില്ല. അപ്പൊ എന്താണ്? ആ കാര്യസ്ഥൻ അതിനു മുമ്പ് വന്നില്ല. യേശു പോയ മാത്രം വരുന്ന ഒരാളാണ് കാര്യസ്ഥൻ. അപ്പൊ പരിശുദ്ധാത്മാവ് അതിനു മുമ്പ് വന്നിട്ടുണ്ട് യേശുവിന്റെ അടുത്ത്. പിന്നെ എങ്ങനെ പരിശുദ്ധാത്മാവ് തന്നെ എങ്ങനെ പറയാൻ പറ്റുക? ഒരിക്കലും പറയാൻ പറ്റൂല. യേശു പോയിട്ട് വരുന്ന ആളാണ് കാര്യസ്ഥൻ. താങ്കളൊന്ന് മ്യൂട്ട് അതല്ലാതെ ചെയ്യൂ. യേശു ഉണ്ടാകുമ്പോ വരുന്ന ആളല്ല. യേശുവിന്റെ ഉണ്ടാകുമ്പോ തന്നെയാണ് പരിശുദ്ധാത്മാവ് വന്നത്. പിന്നെ ഇങ്ങനെ പരിശുദ്ധാത്മാവ് എന്ന് പറയാ? ഒരിക്കലും പറയാൻ പറ്റൂല. മെഹബൂബ് ഒന്ന് മ്യൂട്ട് ചെയ്തേ, പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത്
ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നു, അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാ മനുഷ്യരുടെ മേൽ, എല്ലാ ജനത്തിന്റെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും. ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ജോയൽ പ്രവാചകനോട് യഹോവയായ ദൈവം അരുളി ചെയ്ത വാക്കാണിത്. പണ്ട് കാലത്ത് പരിശുദ്ധാത്മാവിനെ ബൈബിളിന്റെ ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ കാണുന്നുണ്ട്, പഴയ നിയമത്തിൽ ഉടനീളം. അവിടെ എന്താണ്? ദൈവം ചില വ്യക്തികളെ ശക്തിപ്പെടുത്താൻ, അല്ല സെപ്പറേറ്റ് ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തികളെ ബലപ്പെടുത്താനോ ശക്തിപ്പെടുത്താനോ അല്ലെങ്കിൽ അവരിലൂടെ പ്രവർത്തിക്കാനോ ആഗ്രഹിക്കുമ്പം ആ വ്യക്തികളിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചിരുന്നു. ശരിയല്ലേ? ഇതാണ് ബൈബിളിന്റെ കാര്യം. എന്നാൽ യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവ്, അതായത് യേശുക്രിസ്തു മരിച്ച് പീഡകളേറ്റ് മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ശിഷ്യരോടൊത്ത് വസിച്ചു. എന്നിട്ട് അവർ കാണുക സ്വർഗാരോഹണം ചെയ്തതിന്റെ കൃത്യം 10-ാം ദിവസം പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്നു. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം വായിച്ചാൽ താങ്കൾക്ക് ഇത് മനസ്സിലാവും. പരിശുദ്ധാത്മാവ് എല്ലാ മനുഷ്യരുടെ മേൽ, ഈ പറയുന്ന പിന്നെ മെഹബൂബിന്റെ മേലും പരിശുദ്ധാത്മാവുണ്ട്. കാരണം സകലത്തിലും ദൈവം ആത്മാവായി വസിക്കുന്നുണ്ട്. ഇതാണ് സത്യം. അപ്പൊ ഇവിടെ പരിശുദ്ധാത്മാവ് അതിന് മുമ്പേ വന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് അതിന് മുൻപ് വന്നിട്ടില്ല എന്ന് മെഹബൂബ് പറയുന്നത്. മെഹബൂബ് ഞങ്ങളെ ബൈബിൾ പഠിപ്പിക്കാൻ വന്നതാണോ? തന്റെ ഖുറാനിൽ തന്നെ പറയുന്നത്, താങ്കൾക്ക് ഈ കാര്യത്തിൽ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേദക്കാരോട് ചോദിക്കാനല്ലേ, തന്റെ പ്രവാചകനോട് തന്നെ പറയുന്നത് അങ്ങനെയല്ലേ? പിന്നെ ഞങ്ങളെ ഇവിടെ പഠിപ്പിക്കും. ഞങ്ങള് പരിശുദ്ധാത്മാവ് നേരത്തെ വന്നിട്ടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞോ? പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വരുന്നത്, സകല ജനതകളിലേക്കും വരുന്നത് യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ്, കൃത്യം 10-ാം ദിവസം. അത് ശിഷ്യന്മാരുടെ വന്ന ചരിത്രമാണ് 2-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പൊ അവിടെ ഒരിടത്തും കാര്യസ്ഥൻ മുഹമ്മദ് ആണെന്ന് പറയുന്നത്, താങ്കളോട് ചോദിക്കുന്നതിന് മറുപടി പറ. താങ്കളോട് ഖുറാനിൽ നിന്നൊരായത്ത് പറയാനാണെന്ന് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് മുഹമ്മദ് ആണെന്ന് ഉള്ള ഒരു ആയത്ത് തരാൻ പറയുമ്പോൾ താങ്കൾ ബൈബിളിൽ 16-ാം അധ്യായം 7 പറഞ്ഞു. 16-ാം അധ്യായത്തിൽ പറയുന്നത് എന്തെങ്കിലും മുഹമ്മദുമായിട്ട് ബന്ധമുണ്ടോ? അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും, പാപം എന്താണെന്ന് ഇസ്ലാമിലെ പാപം എന്താണെന്ന് പറയാമോ? മുഹമ്മദ് ചെയ്യാത്ത ഒരു പാപത്തിന്റെ പേര് താങ്കൾക്ക് പറയാമോ മെഹബൂബെ? ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞു പഠിച്ചേ മെഹബൂബെ. എന്നും ഇങ്ങനെ ആകാതെ ഖുറാനിൽ നിന്നൊരായത്ത് പറയുക, അതായത് മുഹമ്മദ് പരിശുദ്ധാത്മാവാണെന്ന് തെളിയിക്കുന്ന ഒരായത്ത് ഖുറാനിൽ നിന്ന് പറയുക. ഇതാണ് ചോദ്യം. താങ്കൾ പറയൂ. ഇവിടെ ഞാൻ എന്താണ് താങ്കൾ ഈ പറയുന്നത്? ഞാൻ പരിശുദ്ധാത്മാവ് എന്നല്ല പറയുന്നത്, ഞാൻ കാര്യസ്ഥൻ എന്നാ പറഞ്ഞത്. അപ്പൊ അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അതാണ് ഖുർആൻ. അതാണോ ന്യായവും ഖുറാൻ? നീതിയും പറ്റി ഖുറാൻ കുറിച്ച് പറഞ്ഞാൽ, പിന്നെ അതുപോലെ തന്നെ പിന്നെ 13-ാമത്തെ വചനം നോക്കിയാള്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ ഞാൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും, അതാണ് ഖുർആൻ. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അതല്ല വരുവാനുള്ള എല്ലാ സംഗതികളും. യേശു തിരിച്ചു വരുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. യേശു വന്നിട്ട് മുഹമ്മദിന്റെ കബറിന്റെ അടുത്ത്, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അല്ല യേശു വന്നിട്ട്, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു മെഹബൂബ്, പോലാക്കട്ടെ സുഹൃത്തെ. എന്താ ഞാൻ മിണ്ടാതിരെ നിങ്ങൾ സംസാരിക്കും ഇതുവരെ. യേശു വന്നിട്ട് മുഹമ്മദ് നബിയുടെ കബറിന്റെ അടുത്ത് വന്ന് പറയും, യാ മുഹമ്മദ്. അങ്ങനെ തന്നെ വിളിക്കുന്ന ഹദീസില് യാ മുഹമ്മദ് എന്നാ വിളിക്കുക. എന്നിട്ടാണ് പ്രവാചകന് സലാം ചെല്ലുന്നത്. ആര്? യേശു ആദ്യം സലാം ചെല്ലുന്നുണ്ട്. നിങ്ങൾക്ക് സമാധാനം, വിശ്വാസികളോട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് യേശു സംസാരിക്കാൻ തുടങ്ങുന്നത് തന്നെ. നിങ്ങളിത് പ്രൈസ് ലോഡ്, പ്രൈസ് ദി ലോഡ്, പ്രൈസ് ദി ലോഡ് എന്നാക്കിയപ്പോ നമ്മളിപ്പോ എന്താ ചെയ്യുക? നിങ്ങളൊക്കെ യേശുവിനെതിരെ നിങ്ങൾ ചെയ്യുന്നത് മുഴുവൻ. യേശു സുന്നത്ത് കഴിക്കാൻ പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും സുന്നത്ത് കഴിക്കുന്നുണ്ടോ? നമ്മളൊക്കെ സുന്നത്ത് കഴിക്കുന്നുണ്ട്. റെഫറൻസ് പറയണേ മെഹബൂബെ. കാതലിക്ക ആ ഖുറാനിൽ 2-ന്റെ കാര്യസ്ഥനല്ല എന്ന് പറയുന്നതിന്റെ ആ നമ്പർ കൂടെ ഒന്ന് മെഹബൂബിന് കൊടുത്തേരെ. ആ മെഹബൂബിനോട് ഇത് കഴിഞ്ഞ ദിവസം മുഴുവൻ എസ് ടി പത്ര എവിടെയെന്ന് പറഞ്ഞാൽ 16-ന്റെ 102 അതിന്റെ പിന്നെ, അതായത് പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ ഇറക്കിയതാണെന്ന് അള്ളാഹു പറയുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് മുഹമ്മദിന്റെ ഹൃദയത്തിൽ ഇറക്കിയതാണെങ്കിൽ, മുഹമ്മദാണ് പരിശുദ്ധാത്മാവെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് മുഹമ്മദിന്റെ ഹൃദയത്തിൽ ഇറക്കുക? പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ഇറക്കിയോ? അപ്പൊ ഇത് കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഖുറാൻ 2-ന്റെ 97 ഇത് പറഞ്ഞതാണ്. അപ്പൊ ഈ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവാണെന്നുള്ളത് കൃത്യമായിട്ട് ബൈബിളിൽ പിന്നെ 14-ന്റെ 26 ഇവിടെ വായിച്ചു കൊടുത്ത് കേൾപ്പിച്ചതാണ്. ഇയാൾ എന്ത് ഭ്രാന്തായി പറയുന്നത്? മെഹബൂബെ,
ഖുറാൻ ബൈബിളിനെ ശരിവെച്ചുകൊണ്ടാണോ ഖുറാൻ ഇറങ്ങിയത്, അതോ ഖുറാനെ ശരിവെച്ചുകൊണ്ടാണോ ബൈബിൾ ഇറങ്ങിയത്? ഇതിലേതാണ് ശരി? അത് താങ്കളൊന്ന് പറഞ്ഞേ. ഖുറാനെ ശരിവെച്ചുകൊണ്ട് ബൈബിൾ ഇറങ്ങിയോ, ബൈബിളിനെ ശരിവെച്ചുകൊണ്ട് ഖുറാൻ ഇറങ്ങിയോ? മഹബൂബ് എന്ന് പറഞ്ഞേ. ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞേ. പിന്നെ കാട് കയറരുത്, കാട് കയറിയ താഴെ ഇറക്കും. പറഞ്ഞേ, ഉത്തരം പറ. ഖുറാനെ, ചോദ്യം ഇതാണ്, സിമ്പിളാണ്, ചോദ്യം സിമ്പിളാണ്. ഖുറാനെ ശരിവെച്ചുകൊണ്ട് ബൈബിൾ ഇറങ്ങിയോ, ബൈബിളിനെ ശരിവെച്ചുകൊണ്ട് ഖുറാൻ ഇറങ്ങിയോ? പറയൂ. ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഖുർആൻ ആയത്ത് എടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്, ഒരു സമയം തരും. ഞാൻ ആയത്തൊന്ന് എടുത്താട്ടെ. അത് എടുത്ത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് മറുപടി പറയാം. താങ്കൾക്ക് യെസ് ഓർ നോ ഉത്തരം പറ. ഖുറാനെ ശരിവെച്ചുകൊണ്ട് ബൈബിൾ ഇറങ്ങിയോ, ബൈബിളിനെ ശരിവെച്ചുകൊണ്ട് ഖുറാൻ ഇറങ്ങിയോ? പറയൂ, യെസ് ഓർ നോ. അതെ, ഇഞ്ചിലിനെ ശരിവെച്ചുകൊണ്ടാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. ആരുടെ ഇഞ്ചില്? ഇഞ്ചില് ബൈബിളാണോ? ഇഞ്ചില് ബൈബിളാണെന്ന് താങ്കൾ സമ്മതിക്കുവോ? ഒരു മിനിറ്റ്, ഞാൻ ആ വചനം തന്നെ. ആ വചനമല്ല, ഇഞ്ചീൽ എന്താണ്, തൗറാത്ത് എന്താണ്? അതെ, ഇഞ്ചിൽ എന്താണ്, തൗറാത്ത് എന്താണ്? അത് എവിടെയുണ്ട്? താങ്കൾ പറയണം, ഇത് എവിടെയുണ്ട്? ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പഴയ നിയമഗ്രന്ഥങ്ങളും പുതിയ നിയമഗ്രന്ഥവും ചേർന്നതിനാണ് ബൈബിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതില് ഈ പുസ്തകത്തെ ശരിവെച്ചുകൊണ്ട് ഖുറാൻ അവതരിച്ചോ, അതോ ഖുറാനെ ശരിവെച്ചുകൊണ്ട് ബൈബിൾ അവതരിച്ചോ? ഏതാണ് ചോദ്യം? അതിനെന്ത് റെഫറൻസ് എടുക്കുന്നത്? ആൻസർ പറയാം. അതായത് 5-ാമത്തെ അധ്യായം, ഖുറാൻ 5-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വചനം, വേദക്കാരെ, വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന പലതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മുടെ ദൂതൻ ഇതാ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. പലതും അദ്ദേഹം മാപ്പാക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കിതാ അള്ളാഹുവിൽ നിന്ന് ഒരു പ്രകാശവും വ്യക്തമായ ഒരു ഗ്രന്ഥം വന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ 16-ാമത്തെ വചനം, അള്ളാഹു അവന്റെ പൊരുത്തം തേടിയവരെ അത് മുഖേന സമാധാനത്തിന്റെ വഴികളിലേക്ക് നയിക്കുന്നു. തന്റെ ഉത്തരവ് മുഖേന അവരെ അന്ധകാരങ്ങളിൽ നിന്ന് അവൻ പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയും നേരായ പാതയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നു. മറിയമിന്റെ മകൻ മസീഹ് തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു. പറയുക. ഓക്കെ, നമുക്ക് ഈ ആയത്ത് തന്നെ പിടിക്കാം കേട്ടോ. ആ നമ്പർ ഒന്ന് പറഞ്ഞേ. 5-15 അതിന്റെ ബാക്കി സംഗതികളൊക്കെ പറയണത്. നിക്ക് ഒരു മിനിറ്റ്. 5-ന്റെ 15. 5-ന്റെ 10 മുതൽക്ക് വായിക്കും. 10 മുതൽ. ഓക്കെ, 5-ന്റെ 10 മുതൽ നമുക്ക് വായിക്കാം. അതിനു മുമ്പ് ഒരു സെക്കൻഡ്, യാഷ് ബ്രദറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? സംസാരിച്ചോ ബ്രദറെ, ഒരു സെക്കൻഡ്. യാഷ് ബ്രദർ വന്നിട്ടിരിക്കുക. യാഷ് ബ്രദർ തിരക്കിനാന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കൊരു നോക്കാം. 5-ന്റെ 15 ഇപ്പൊ നിങ്ങൾ വായിച്ചതാണ്ടോ? വേദക്കാരെ, ആരാണ് വേദക്കാര്? ഇപ്പൊ മുഹമ്മദ് പറയുവാണ്, മുഹമ്മദ് വിളിക്കുവാണ് വേദക്കാരെ. ആരാണ് വേദക്കാർ? മെഹബൂബെ കേൾക്കാൻ പറയൂ. ഈ മുഹമ്മദ് വിളിച്ചല്ലോ എന്തെന്ന്? വേദക്കാരെ എന്ന് വിളിച്ചു. ആരാണ് വേദക്കാര്? പറയും. വേദക്കാരാണ് ഇഞ്ചീലിന്റെ അനുയായികളും. അപ്പൊ എന്താണ് ഇഞ്ചീൽ? ക്രിസ്ത്യാനികളും യഹൂദികളും. എന്താണ് ഇഞ്ചീലും തൗറാത്തും? എന്താണ് ഒന്ന് പറയും. ഇഞ്ചീൽ എന്താണ്? നമുക്ക് ഈ ഇപ്പൊ താങ്കൾ വായിച്ച 15-ാമത്തെ വചനം അത് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്, വേറെ എവിടെയും പോകുന്നില്ല. താങ്കൾ എടുത്തത് കൊണ്ട് അത് തന്നെ നമ്മൾ എടുക്കുകയാണ്. അതിന്റെ മീനിങ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. വേദക്കാരെ എന്ന് മുഹമ്മദ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് വേദക്കാര്? താങ്കൾ പറഞ്ഞു ഇഞ്ചിയിൽ വായിക്കുന്നവരാണ് വേദക്കാര്. ഓക്കെ, ഇഞ്ചിയിൽ എന്താണ് പറയും? ഇഞ്ചിയില് ഖുർആനിന്റെ മുന്നേ അവതരിപ്പിക്കും. അതിന്റെ പേരെന്താന്നാ ചോദിച്ചേ? വേദഗ്രന്ഥം. എന്ത് വേദഗ്രന്ഥം? ഇപ്പൊ ഭഗവത്ഗീതയാണോ? ഖുർആന്റെ തൊട്ട് മുമ്പ് അവതരിച്ചതാണ് ഇഞ്ചീൽ. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഭഗവത്ഗീതയെ കുറിച്ചായിരിക്കും പറഞ്ഞത് അല്ലെ? ഭഗവത്ഗീതയാണോ? ഭഗവത്ഗീതയാണോ? ഭഗവത്ഗീതയല്ല എങ്കിൽ പിന്നെ എന്താണ്? ഇഞ്ചീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പറയൂ. ഇഞ്ചീൽ എന്ന് പറഞ്ഞാൽ പിതാവ് അവതരിപ്പിച്ച ഒരു. ഇഞ്ചീൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയൂ എന്റെ സുഹൃത്തെ. ആരവതരിപ്പിച്ചോ എന്നല്ല ചോദിച്ചേ. വേദഗ്രന്ഥമാണ് ഇഞ്ചീൽ എന്ന് പറയുന്നത്. ആ വേദഗ്രന്ഥം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആ വേദഗ്രന്ഥത്തിന്റെ പേരെന്താണ്? അല്ല ഞാൻ പറഞ്ഞത് ഇഞ്ചീൽ എന്ന് പറയുന്നത്.
ആ ഇഞ്ചീൽ എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡാണ്. ഈവൻ ഗേലിയോൻ എന്ന് പറയുന്ന ഒരു ഗ്രീക്കിന്റെ നിന്ന് വന്നിരിക്കുന്നതാണ് ഇഞ്ചീൽ എന്ന് പറയുന്നത്. അത് ഗ്രീക്ക് വേർഡാണ്. നമ്മൾക്കത് വേണ്ടല്ലോ. അതിന് വേറെ വേറെ പേരുണ്ടല്ലോ, ശരിക്കുള്ള പേരുണ്ടല്ലോ. അത് പറയൂ. ഇഞ്ചിയില് സുഹൃത്തെ, ഇനി എന്ത് പേരാ താങ്കൾക്ക് വേണ്ടത്? ഞങ്ങളുടെ അറിവിൽ അതിനെ ബൈബിൾ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അറിവിൽ എന്താ പറയുന്നത്? ആയിക്കോട്ടെ, ബൈബിൾ ആയിക്കോട്ടെ, ഇതിപ്പോ എന്താ പ്രശ്നം? എന്നാ പിന്നെ അതങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ ഈ ഗ്രീക്ക് വേർഡൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ഇഞ്ചീൽ എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡായതുകൊണ്ട്, ഈവൻ ഗേലിയൻ എന്ന് പറയുന്ന പദത്തിൽ നിന്ന് വന്നിരിക്കുന്നത് കൊണ്ട് അതിനെ ഇഞ്ചീൽ എന്ന് പറയുന്നു. ഓക്കെ, ഫൈൻ. അതിനെ നമ്മൾ ബൈബിൾ എന്ന് എല്ലാ ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ എടുക്കുകയാണ് വേദക്കാരെ എന്ന് വിളിച്ചിരിക്കുന്നത് ബൈബിൾ വായിക്കുന്നവരെ കുറിച്ചും ബൈബിൾ പഠിച്ചവരെ കുറിച്ചുമാണ് വിളിക്കുന്നത്. ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഏത് ഗ്രന്ഥത്തിൽ നിന്ന്? ബൈബിളിൽ നിന്ന് നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത്, വേദക്കാർ മറച്ചു വെച്ചു എന്ന് പറയുന്നത് ആരാണ്? പറയൂ, മുഹമ്മദ് പറയൂ, മെഹബൂബ് പറയൂ. വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന പലതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മുടെ ദൂതൻ ആരാണ്? മറച്ചു വെച്ചത് എന്താണ്? അപ്പൊ മുഹമ്മദിന് അറിയാമല്ലോ മറച്ചു വെച്ചു എന്നുള്ളത്. അപ്പൊ എന്താണ് മറച്ചു വെച്ചു എന്നുള്ളത് മുഹമ്മദ് പറയുന്നത് എന്താണ്? ഇവിടെ വേദക്കാര് മറച്ചു വെച്ചത് എന്താണെന്ന് മുഹമ്മദിന് അറിയാം. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് പറയുന്നത് നിങ്ങൾ മറച്ചു വെച്ചതിനെ. ഇപ്പൊ അള്ളാഹുവിനും അറിയാം. അങ്ങനെയാണെങ്കിൽ മറച്ചു വെച്ചത് എന്താണ്? പറയൂ മെഹബൂബ് പറയൂ. നമ്മൾ വേറെ എവിടെയും പോയിട്ടില്ല. മെഹബൂബ് വായിച്ച അതേ ആയത്ത് തന്നെയാണ് എടുക്കുന്നത്. പറയൂ, ഞങ്ങൾക്ക് മനസ്സിലാക്കി തരൂ മെഹബൂബെ. മെഹബൂബ് കേൾക്കുന്നുണ്ടോ? ഹലോ, പറയൂ. പറയൂ. വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന പലതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മുടെ ദൂതൻ എന്ന് പറയുമ്പോൾ, ഇവിടെ നമ്മുടെ ദൂതൻ മുഹമ്മദ് ആണെങ്കിൽ ഇത് മറച്ചു വെച്ചത് മുഹമ്മദിനും അള്ളാഹുവിനും അറിയാം. അപ്പോ ആ മറച്ചു വെച്ചത് എന്തൊക്കെയാണ് എന്നുള്ളത് മെഹബൂബ് ഒന്ന് പറഞ്ഞു തരൂ. അതിന് ഇവിടെ അമാനി വിശദീകരിച്ചത് അമാനി മൗലവി അല്ലല്ലോ നിങ്ങളുടെ അള്ളാഹു. നിങ്ങളുടെ അള്ളാഹു അമാനി മൗലവിയാണോ? അത് എനിക്കറിയത്തില്ല, പുതിയ അറിവാണുള്ളത്. ഇവിടെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോ നിങ്ങൾ പറയുന്നു അമാനി മൗലവി പറഞ്ഞു. അമാനി മൗലവിയാണ് നിങ്ങളുടെ അള്ളാഹു എങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങളുടെ അള്ളാഹുവിന്റെ പേര് അമാനി മൗലവി എന്നാവുന്നു. അത് പറഞ്ഞിട്ട് തുടങ്ങിക്കോളൂ, കുഴപ്പമില്ല, അല്ലാതെ പറയണ്ട. അപ്പൊ ഈ ഖുർആനെ പറ്റി താങ്കൾക്ക് പ്രാഥമിക അറിവ് കൂടി ഇല്ലാന്നർത്ഥം? എനിക്കറിവില്ല, അതുകൊണ്ടല്ലേ താങ്കളോട് പഠിപ്പിച്ചു തരാൻ പറഞ്ഞത്. ഖുർആൻ വചനങ്ങള് ഓരോ സന്ദർഭത്തിലാണ് അവതരിക്കുന്നത്. സഹോദര, ഇതെല്ലാം ഞാൻ അംഗീകരിച്ചു. ഞാൻ എന്താണ് ചോദിച്ചത്? ഇവിടെ മറച്ചു വെച്ചത് വെളിപ്പെടുത്താൻ വേണ്ടി. മെഹബൂബ് പറയുന്നത് കേൾക്കൂ. മറച്ചു വെച്ചത് വെളിപ്പെടുത്താൻ വേണ്ടി. അപ്പോ ഈ മറച്ചു വെച്ച കാര്യങ്ങള് നിങ്ങളുടെ അള്ളാഹുവിനറിയാം, മുഹമ്മദിനറിയാം. അപ്പൊ ഞാൻ ചോദിക്കുന്നു, എന്തൊക്കെയാണ് ആ മറച്ചു വെച്ചത്? അത് അള്ളാഹുവിനും മുഹമ്മദിനും അറിയാമല്ലോ. അപ്പൊ അതൊന്ന് പറഞ്ഞു തരാനാണ് ഈ പറയുന്നത്. മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ? ഞങ്ങളിവിടെ പഠിക്കാനിരിക്കുവല്ലേ. അപ്പൊ അത് നിങ്ങൾ പറഞ്ഞു തരണ്ടേ? പറയൂ, എന്തൊക്കെയാണ് മറച്ചു വെച്ചത്? പറ മെഹബൂബെ. അത് അറിയണമെങ്കിൽ നമുക്ക് ഒന്ന് മുകളിൽ നിന്ന് വരാം, അത് ഏറ്റവും നല്ലത്. ആ മുകളിൽ നിന്ന് വന്നോളൂ. എവിടെ നിന്നാണ്? താങ്കളിപ്പോ കുറെ വായിച്ചല്ലോ, 13 താങ്കൾ വായിച്ചതാണ്. ഞാൻ 8 മുതൽക്ക് വായിക്കാം. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക. ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾ. ഒരു മിനിറ്റ് മെഹബൂബെ, 8 മുതലല്ലേ വായിക്കുന്നേ? അതെ. ഓക്കെ. അപ്പോ 8 മുതൽ വായിക്കുമ്പോൾ നമ്മൾക്ക് വായിച്ച അർത്ഥം അറിഞ്ഞ് മുന്നോട്ട് പോവാം. അല്ലാണ്ട് വെറുതെ വായിച്ചിട്ട് കാര്യമില്ലല്ലോ. എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോവാം. ഒന്ന്, ഇങ്ങനെയല്ലേ സത്യവിശ്വാസികളെ? ആരാണ് സത്യവിശ്വാസികൾ? അതായത് മുസ്ലിങ്ങള്. ഓക്കെ. അപ്പോ സത്യവിശ്വാസികളെ നിങ്ങൾ, അപ്പോ ഈ നിങ്ങൾ എന്ന് പറയുന്നത് സത്യവിശ്വാസികളല്ലേ? അതെ പറയൂ. അതെ. അപ്പോ ആരോടാണ് അള്ളാഹു പറയുന്നത്?
സത്യവിശ്വാസികളെ വിളിച്ച് പിന്നെ അതെ, യെസ്. അപ്പൊ മുസ്ലിങ്ങളോട് മാത്രമാണ് ഈ അള്ളാഹു പറയുന്നത്, അല്ലാണ്ട് എല്ലാ ജനങ്ങളോടും അല്ല പറയുന്നത്. മുസ്ലിങ്ങളോട് മാത്രം. സത്യവിശ്വാസികളെ നിങ്ങൾ എന്ന് പറയുമ്പോ സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ മുസ്ലിങ്ങളോട് മാത്രമാണ് അള്ളാഹു പറയുന്നത്, ലോകത്തുള്ള എല്ലാ ജനങ്ങളോടുമല്ല. മനസ്സിലായില്ല? അപ്പൊ അവിടെ തന്നെ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരും, അതായത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരും നിങ്ങളുടെ മുഹമ്മദിനെ അനുസരിക്കുന്നവരും അവരാണ് അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്ന സത്യവിശ്വാസികൾ എന്ന് പറയുന്നത്. നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക. മനസ്സിലായില്ലേ? അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ അങ്ങനെ ആയിരിക്കണം, നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കണം എന്നാണ് പറയുന്നത്. മേ ബി ചിലപ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന സത്യവിശ്വാസികൾ നീതിക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം വഹിക്കാത്തവരായിരുന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റും അള്ളാഹു കൊടുക്കുകയാണ്, നിങ്ങൾ നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരുമായിട്ടിരിക്കണം. അപ്പൊ അതിനർത്ഥം അതിനു മുമ്പ് ആരെങ്കിലുമൊക്കെ നീതി കേട് ചെയ്തിട്ടുണ്ടാകും എന്നാണ് അതിനർത്ഥം. ഒരു ജനതയോടുള്ള അമർഷം, മനസ്സിലായില്ലേ? അതായത് എന്താണ് ഒരു ജനത എന്ന് പറഞ്ഞാൽ? എന്താണ്? ഈ സത്യവിശ്വാസികൾ അല്ലാത്ത ഒരു ജനത, അതായത് ഇതര മതവിശ്വാസികളെ കുറിച്ചാണ് ആ പറയുന്നത്. മുസ്ലിം അല്ലാത്ത ജനവിഭാഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒരു ജനതയോടുള്ള അമർഷം. അപ്പൊ ഈ അമർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഷ്യം. ഒരു ജനത എന്താണ്? ഇതര മതവിശ്വാസികൾ. ഇതര മതവിശ്വാസികൾക്ക് സത്യവിശ്വാസികൾക്കുള്ള അമർഷം. നമുക്ക് അർത്ഥം മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. മെഹബൂബ് കൂടെ ഞങ്ങളെ പഠിപ്പിച്ചു തന്നോളൂ. ഒരു ജനതയോടുള്ള അമർഷം എന്ന് പറയുമ്പോ ഒരു ജനത ഇതര മതവിശ്വാസികൾ. ഈ ഇതര മതവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ വിശ്വാസികൾ എന്ന് പറയുന്ന മുസ്ലിം ജനതയ്ക്ക് ഉള്ള അമർഷം. അപ്പോ മുസ്ലിം ജനങ്ങൾക്ക് മറ്റു മതസ്ഥരോട് അമർഷമുണ്ട് എന്ന് മനസ്സിലാക്കണം. നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകരുത്. അതായത് ഇതര മതവിശ്വാസികളോടുള്ള മുസ്ലിം വിശ്വാസികളുടെ അമർഷം ന്യായം പാലിക്കാതിരിക്കാൻ നിങ്ങൾക്കുള്ള പ്രേരകമാകരുത്. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു, സാക്ഷ്യം വഹിക്കാത്ത, അതായത് നീതികേട് ചെയ്യുന്ന മുസ്ലിം വിശ്വാസികൾ ഉണ്ടായിരുന്നിരിക്കാം എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇപ്പൊ ജസ്റ്റ് മുമ്പ് അത് ഇവിടെ പൂർത്തീകരിക്കുകയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. എങ്ങനെ? അമർഷം നീതി പാലിക്കാതിരിക്കാനുള്ള പ്രേരകമാകരുത്. നിങ്ങൾ സത്യവിശ്വാസികളാണ്, മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നത് കൊണ്ടും അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ടും അങ്ങനെ ജീവിക്കുന്നത് കൊണ്ടും നിങ്ങൾ ഇതര മതവിശ്വാസികളോട് നീതി പാലിക്കാതിരിക്കാൻ പ്രേരകമാകരുത് എന്നാണ് പറയുന്നത്. നിങ്ങൾ നീതി പാലിക്കുക. ആരോടാണ്? വീണ്ടും പറയുവാണ്, മുസ്ലിം ജനങ്ങളോട് നിങ്ങൾ നീതി പാലിക്കുക. അപ്പൊ ഇതിനർത്ഥം വ്യക്തമാണ്, ഇതിനു മുമ്പ് മുസ്ലിം ജനങ്ങൾ നീതി പാലിച്ചിരുന്നില്ല എന്ന് വ്യക്തമാണ്. ഈ 3 ലൈനിനുള്ളിൽ 3 പ്രാവശ്യം അള്ളാഹു പറഞ്ഞു നീതി പാലിക്കണം എന്ന് നിങ്ങളോട് പറയുവാണ്, മുസ്ലിം ജനങ്ങളോട് 3 പ്രാവശ്യമാണ് പറയുന്നത്. അതിനർത്ഥം നിങ്ങൾ നീതി പാലിച്ചിരുന്നില്ല എന്ന് തന്നെയാണ്. അതാണ് ധർമ്മിഷ്ഠയോടെ ഏറ്റവും അടുത്തത്. ധർമ്മത്തോടെ ഏറ്റവും അടുത്തിരിക്കുന്നത് നിങ്ങൾ നീതി കാണിക്കലാകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അതായത് അള്ളാഹു സത്യവാനും കീർത്തിമാനും കരുണാനിധിയും ഒക്കെ ആവുന്നു, ശിക്ഷിക്കുന്നവരൊക്കെ ആവുന്നു. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്ന് ഇവിടെ അള്ളാഹു പറയുന്നു. അപ്പോ ഈ 8ാമത്തെ വചനത്തിൽ നമുക്ക് എന്ത് മനസ്സിലായി? 3 സെന്റൻസിനുള്ളിൽ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളണം, സത്യം പ്രവർത്തിക്കണം, നിങ്ങൾ നീതി കേട് കാണിക്കരുത്, ധർമ്മിഷ്ഠയുള്ളവരാവണം എന്നൊക്കെ വീണ്ടും 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 പറയുവാണ്. ഇനി താങ്കൾ പറഞ്ഞതുപോലെ 9ാമത്തെ വചനത്തിലേക്ക് പോവുകയാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോട്. അപ്പൊ വിശ്വസിക്കുന്നവരാരാണ്? മെഹബൂബെ പറഞ്ഞോളൂ. വിശ്വസിക്കുന്നത് ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരെ കുറിച്ച് അല്ല ഇവിടെ പറയുന്നത്. കാരണം അതിന് വ്യക്തമായിട്ടുള്ള ഒരു തെളിവുകൾ ഇവിടെ പറയുന്നുമില്ല. ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അഹൂരാമസ്ഥയുണ്ട്. അവരെ കുറിച്ചാണോ പറയുന്നത്?
പാഴ്സി മതമായിട്ടുള്ള അഹൂരാമസ്ഥയെ കുറിച്ചാണോ പറയുന്നത്? ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരോടെന്ന് പറയുമ്പോൾ അങ്ങ് ഏകദൈവത്തിൽ എന്ന് പറയുമ്പോൾ അവരാണല്ലോ, നിങ്ങളെക്കായൊക്കെ മുമ്പേ ഉള്ളത് അവരാണ്. അപ്പോൾ അവരെ കുറിച്ചാണോ പറയുന്നത്? പറയൂ. അല്ല, അവരും പിതാവിൽ വിശ്വസിക്കുന്നവരാണോ? അള്ളാഹുൽ വിശ്വസിക്കുന്നവരാണോ? അല്ല അല്ല, അവർക്ക് അഹൂരാമസ്ഥ എന്ന് പറയുന്ന ഒരു ദേവൻ മാത്രമാണ്. എന്നാ പിന്നെ അതിൽ അവരതിൽ പെടൂല. അല്ല, അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത് ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരെ കുറിച്ചാണെന്ന്? ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാല് ക്രിയേറ്ററെ, അതായത് പിതാവിനെ, അവരുടെ വിശ്വാസം അവരാണ്, അവരുടെ അഹൂരാമസ്ഥയാണ് ക്രിയേറ്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൈന്ദവരുടെ വിശ്വാസം പരമശിവനാണ് ക്രിയേറ്റർ. അതായത് പറയൂ. മുസ്ലിങ്ങൾക്ക് വേറെ ചൈനയുടെ വിശ്വാസം ഷെൻസു എന്ന് പറയുന്ന ദൈവമാണ് അവരുടെ ക്രിയേറ്റർ. പറയൂ. സൂര്യൻ എല്ലാവർക്കും ഒന്നെന്നുള്ളൂ സുഹൃത്തെ. അത് അപ്പൊ നിങ്ങൾ സൂര്യനെ കുറിച്ച്, സൂര്യനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? അള്ളാഹുവിനെ അല്ലേ? നിങ്ങൾക്ക് സൂര്യൻ, ക്രിസ്ത്യാനികൾക്ക് വേറെ സൂര്യൻ, അങ്ങനെ സൂര്യൻ ഉണ്ടോ? ഞങ്ങൾ സൂര്യനെ ആരാധിക്കുന്നില്ല. നിങ്ങൾ സൂര്യനെയാണോ ആരാധിക്കുന്നത്? അപ്പൊ അള്ളാഹുവിനെ വിട്ടോ? പോലെ തന്നെയാണ്, ക്രിയേറ്റർ ഒന്നേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് പറയുന്നത് അങ്ങനെയല്ലോ. നിങ്ങൾ പറഞ്ഞത് ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു. യാസീൻ എന്ന് പറയുന്ന യാസീനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഖുറാനില് പറയുന്ന, കേൾക്കൂ. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ പറയുമ്പോൾ അത് പോയിന്റ് വെച്ച് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ ഖുറാനിൽ യാസീൻ എന്ന് പറയുന്ന ഒരു അധ്യായം ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാമോ? അതെ, പറയൂ. എന്താ? അതെ, ഈ യാസീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? യാസീൻ ആരും അർത്ഥം പറഞ്ഞില്ല, പണ്ഡിതന്മാരും അർത്ഥം പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ല. ശരി, ബ്രദറെ, ഒരു കാര്യം ചോദിക്കാൻ അവസരമുണ്ടോ? പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചോദിച്ചോളൂ. ഓക്കെ, മെഹബൂബ് ഇപ്പൊ പിതാവ് എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മെഹബൂബിന്റെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിമിന്റെയും, ഇനി അതുകൂടാതെ മറ്റ് ഇതര മതസ്ഥര്, ഈ ലോകത്തുള്ള എല്ലാവരുടെയും പിതാവിനെയാണോ മെഹബൂബ് പിതാവെന്ന് വിളിച്ചത്? ആണോ? ഞാൻ വിളിച്ച ക്രിയേറ്ററെ. അപ്പം എന്റെ ക്രിയേറ്ററും ഈ മനുഷ്യരാശിയുടെ മൊത്തം ക്രിയേറ്റർ ഒരാൾ തന്നെയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതോ പല മനുഷ്യർക്കും പല ക്രിയേറ്റർ ആണോ? ഒറ്റ ക്രിയേറ്റർ. ഓക്കെ, മതി. ഒറ്റ ക്രിയേറ്റർ. അപ്പൊ ഈ ഒറ്റ ക്രിയേറ്റർ ആണോ നിങ്ങൾക്ക് ഖുർആൻ ഇറക്കി തന്നത്? ഈ പറഞ്ഞ ക്രിയേറ്റർ തന്നെയാണോ നിങ്ങൾക്ക് ഖുർആൻ ഇറക്കി തന്നത്? ഖുർആൻ മാത്രമല്ല, അതിന്റെ മുന്നിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ. അല്ലല്ല, ഇത് അവസാനം നമുക്ക് എല്ലാ ഗ്രന്ഥങ്ങളെയും ശരിവെക്കാനായിട്ട് ഒടുക്കത്തെ പുസ്തകമാണല്ലോ ഖുർആൻ. അപ്പൊ ഞാൻ അവസാനത്തെ പോയിന്റ് സ്റ്റിക്ക് ഓൺ ചെയ്യുക. അപ്പൊ എനിക്കൊരു കാര്യത്തിൽ ക്ലാരിറ്റി കിട്ടി. എന്നെയും മെഹബൂബിനെയും ലോകത്തുള്ളവരെ എല്ലാവരെയും ഇറക്കി തന്ന ക്രിയേറ്റ് ചെയ്ത ആളാണ് ഈ ക്രിയേറ്റർ അല്ലെങ്കിൽ പിതാവ് എന്ന് പറഞ്ഞ ആള്. ഓക്കെ, അപ്പൊ ഈ ക്രിയേറ്റർ അവസാനം ബാക്കിയെല്ലാം ശരിപ്പെടുത്താനായി അവസാനം ഇറക്കി കൊടുത്ത് ഖുർആൻ ഈ പറയുന്ന ക്രിയേറ്റർ അല്ലേ ഇറക്കിയത്? അതെ. ഓക്കെ, അപ്പൊ എൻ്റെ ഒരു ചോദ്യം അവിടെയാണ്. ഈ അവസാനം ഇറക്കിക്കൊടുത്ത ഈ ഒടുക്കത്തെ പുസ്തകത്തിന്റെ അകത്ത് ഈ ക്രിയേറ്റർ ആ മുസ്ലിങ്ങളെ സ്നേഹിക്കണം എന്ന് പറയുന്ന ഒരായത്തൊന്ന് കാണിച്ചതാ. ഇതേ ഫോൺ വന്നു. ഞാൻ ചോദിക്കുന്നു, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എന്റെയും മെഹബൂബിന്റെ ക്രിയേറ്റർ ഒന്ന് തന്നെയാണ്. ഈ ക്രിയേറ്റർ അവസാനം ഇറക്കിക്കൊടുത്ത പുസ്തകമാണ് ഖുർആൻ. ഈ ഖുർആന്റെ അകത്ത് ഈ ക്രിയേറ്റർ ആ മുസ്ലിങ്ങളെ സ്നേഹിക്കണം എന്ന് പറയുന്ന ഒരു ആയത്ത് എനിക്കൊന്ന് തെളിവ് വെച്ചൊന്ന് കാണിച്ചതാ. എന്റെ ചോദ്യം വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടി പറയോ? ഞങ്ങൾക്ക് മനസ്സിലായി, മെഹബൂബിന് മനസ്സിലായെന്ന് അറിയത്തില്ല. അതായത് അച്ഛൻ ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, ഈ മെഹബൂബ് പറയുന്ന പ്രപഞ്ച സൃഷ്ടാവ് അല്ലെങ്കിൽ ഇവിടെയുള്ള മനുഷ്യരെ മൊത്തം സൃഷ്ടിച്ചത് ഒരു ക്രിയേറ്ററാണ്. ആ ക്രിയേറ്ററെയാണ് മെഹബൂബ് പിതാവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിനുശേഷം പറഞ്ഞു ഈ പിതാവ് തന്നെയാണ് ബാക്കിയുള്ള എല്ലാ പുസ്തകങ്ങളെയും ശരിവെക്കാനായിട്ട് ഒടുക്കത്തെ പുസ്തകമായിട്ട് ഖുർആൻ എന്ന് പറഞ്ഞത് ഇറക്കി കൊടുത്തിരിക്കുന്നത് ഈ പ്രപഞ്ച സൃഷ്ടാവ് എന്ന് പറയുന്ന പിതാവ് എന്ന് പറയുന്ന ക്രിയേറ്റർ ആണെന്നും മെഹബൂബ് പറയും. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, അവസാനം ഇറക്കി കൊടുത്ത ഒടുക്കത്തെ പുസ്തകത്തിന്റെ അകത്ത് ആ മുസ്ലിങ്ങളെ സ്നേഹിക്കണം എന്ന് പറയുന്ന ഈ പിതാവ് പറയുന്ന ഒരായത്ത് എനിക്ക് കാണിച്ചതാ. തെളിവ് വെച്ച് പറയണേ. മുസ്ലിങ്ങളെ സ്നേഹിക്കണമെന്ന് പറയുന്ന ആയത്തോ? മുസ്ലിങ്ങളെ അല്ല, ആ മുസ്ലിങ്ങളെ. ഞാൻ പറയാം എസ് ബ്രദർ, ഞാൻ പറയാം.
അതായത് ഇന്നമൽ മുക്മിനൂന ഇഹ്വ, ഇന്നമൽ മുക്മിനൂന ഇഹ്വ, നിങ്ങൾ മുസ്ലിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നല്ലാതെ ഇന്ന മന്നാസിർ ഇഹ്വ, നിങ്ങൾ മനുഷ്യരെ മൊത്തം സ്നേഹിക്കണം, ഇന്ന മന്നാസിർ ഇഹ്വ എന്ന് പറയുന്ന ഒരായത്ത് തെളിവ് വെച്ച് ഈ പ്രപഞ്ച സൃഷ്ടാവ് പറഞ്ഞ ഖുറാനിലൂടെ, ഒടുക്കത്തെ പുസ്തകത്തിലൂടെ പറഞ്ഞ ഒരായത്ത് തെളിവ് വെച്ച് എനിക്ക് കാണിച്ചു തരണം. അതാണ് എന്റെ ചോദ്യം. താങ്കളുടെ ഖുർആൻ ഉണ്ടോ സുഹൃത്തെ? ആയത്ത് പറഞ്ഞോളൂ, ആയത്ത് പറഞ്ഞോളൂ, നമുക്ക് ആയത്തും അതിന്റെ റെഫറൻസ് പറഞ്ഞോളൂ. ഞങ്ങളുടെ കയ്യിലുള്ളത് എടുത്ത് വായിക്കാം. ഞങ്ങളുടെ അധ്യായം ആയത്തും ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞങ്ങളുടെ കയ്യിലൊക്കെ ഖുർആനുണ്ട്, ധൈര്യമായിട്ട് പറ കേക്കട്ടെ. ആരെങ്കിലും ഒന്ന് എടുക്കാമോ എസ് ബ്രദറെ? പിന്നെന്താ, ധൈര്യമായിട്ട് എടുക്കാം. അപ്പൊ എന്റെ ചോദ്യം ഒന്നുകൂടെ പറഞ്ഞേക്കാം. ആ മുസ്ലിങ്ങളെ സ്നേഹിക്കണം, കാരണം ബാക്കിയുള്ള പുസ്തകത്തിന്റെ എല്ലാം പറഞ്ഞിരിക്കുന്നത് നിന്നെ പോലെ തന്നെ. കാരണം ഇവിടെ മുമ്പേ ഒരു വാദം ഉണ്ടായി, യേശുവിന് ശേഷം വന്ന കാര്യസ്ഥനാണെന്ന്. യേശുവിന്റെ പഠിപ്പീര് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പോ ഇതുപോലെ തന്നെ ഒടുക്കത്തെ പുസ്തകത്തിൽ എനിക്ക് വേണ്ടത് ഇതുപോലൊരു ആയത്താണ്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, ഇല്ലെങ്കിൽ ആ മുസ്ലിങ്ങളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ ആയത്താണ് ഇപ്പൊ എടുക്കാൻ പോകുന്നത്. എടുത്തോളൂ റെഫറൻസ്. 60-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വചനം. 60-ന്റെ 7 ഒന്ന് വായിക്കും. 8 മതകാര്യത്തിൽ. കുഴപ്പമില്ല, അത് എടുത്തു, ടക്കെന്ന് എടുത്തു. 60-ന്റെ 8 അല്ലേ? ഇതാ എടുത്തു, ഞാൻ വായിക്കണോ? വായിക്കൂ. ഇതാ കേട്ടോ. മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുന്നതും നിങ്ങൾ അവരോട് നീതി കാണിക്കുന്നതും അള്ളാഹു നിങ്ങളോട് നിരോധിക്കുന്നില്ല. ബ്രദർ വായിക്കണ്ട, ഞാൻ ചോദിക്കുന്നത് എനിക്ക് അതല്ല വേണ്ട. അൺകണ്ടീഷണൽ ആയിട്ട് മതകാര്യത്തിലോ ജിസിയയുടെ കാര്യത്തിലോ ജിസിയ കൊടുക്കുന്നവരോ ഇതൊന്നും എനിക്ക് ബാധകമല്ല. കാരണം ഈ മതകാര്യത്തിൽ വിശ്വസിക്കുന്നവരും ഇല്ലാത്തവരെ എല്ലാം സൃഷ്ടിച്ചത് ഈ സിസ്റ്റാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പിന്നെ അവിടെ ഒരു കണ്ടീഷൻ വെക്കേണ്ട കാര്യമില്ല. കാരണം എന്റെ സിസ്റ്റാവ് ഒരാളാണ്, മെഹബൂബിനെ സിസ്റ്റാവ് ഒരാളാണ്. എന്നെ ക്രിസ്ത്യാനിയായിട്ട് സൃഷ്ടിച്ചു, മെഹബൂബിനെ മുസ്ലിമായിട്ട് സൃഷ്ടിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളുടെ പുസ്തകത്തിൽ ഈ സിസ്റ്റാവ് തന്നെ നമ്മളെ രണ്ടുപേരെയും സൃഷ്ടിച്ചെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിന്റെ അകത്ത് എല്ലാത്തിനെയും ശരിവെക്കാനായിട്ടുള്ള നിങ്ങളുടെ പുസ്തകത്തിന്റെ അകത്ത് അൺകണ്ടീഷണൽ ആയിട്ട് നിന്നെ പോലെ, കർത്താവ് പറഞ്ഞത് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണ്. അതായത് അവിടെ മതകാര്യമെന്നോ യുദ്ധസമയത്തെന്നോ ജിസിയാടെ കൊടുത്തിട്ടാണെന്നോ ഒരു കണ്ടീഷനില്ല അവിടെ. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്, കാരണം നമ്മളെ രണ്ടുപേരെ സൃഷ്ടിച്ച പ്രപഞ്ച സിസ്റ്റാവാണല്ലോ. അപ്പൊ എന്നെ സ്നേഹിക്കരുത് എന്ന് പറഞ്ഞെങ്കിൽ അത് പ്രപഞ്ച സിസ്റ്റാവല്ലല്ലോ, അതിനെന്തോ പ്രശ്നമുണ്ടല്ലോ. അപ്പൊ അവിടെ പ്രശ്നമുണ്ട്. ഞാൻ അതാ ചോദിക്കുന്നത്, സ്പെസിഫിക് ആയിട്ട് ആ മുസ്ലിങ്ങളെ മെഹബൂബിനെ പോലെ തന്നെ മറ്റുള്ളവരെ ആ മുസ്ലിങ്ങളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ ആയത്താണ്. ഇതൊക്കെ ഞങ്ങൾ ഒത്തിരി കേട്ടിട്ടുള്ള ആയത്താ. അതൊക്കെ കൈവച്ചാൽ മതി. എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ആയത്താ വന്നേ. എന്ത് പറ്റി സ്ട്രെയിറ്റ് ആയിട്ട് പറയാനുള്ള ആംബിയർ നിങ്ങളുടെ ഈ പറഞ്ഞ പിന്നെ പ്രപഞ്ച സിസ്റ്റാമിനില്ലേ? സുഹൃത്തെ, ഖുർആൻ വിശ്വാസികൾക്ക് എല്ലാം കണ്ടീഷനാണ്, അൺകണ്ടീഷണൽ അല്ല. മനസ്സിലായല്ലോ? കണ്ടീഷൻ ഉള്ളത് കൊണ്ടാണ് മെഹബൂബ് ഇപ്പൊ പറഞ്ഞ ആയത്ത് ഞാൻ വായിച്ചു. അതിനകത്ത് ഈ യാഷ് ബ്രദർ ചോദിച്ച ഒന്നും തന്നെ അതിനകത്തില്ല. അതിന് മറുപടി പറയും. യാഷ് ബ്രദർ ചോദിച്ചതിന് മറുപടി പറയും. വേറെ നമ്മൾ കാട് കയറി അവിടെ ഇവിടെ ഒന്നും പോകണ്ട. മെഹബൂബ് മറുപടി പറയൂ പ്ലീസ്. ഓഫായില്ലേ? ഇവിടെ മാസ്റ്റർ ലൈറ്റ് ആരോ പൈപ്പ് കിടന്നിങ്ങനെ അലറുക. പറയും. പിന്നെ ഇവിടെ ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാം കണ്ടീഷനാണ്, അല്ലാതെ കണ്ടീഷൻ ഇല്ലാത്ത അതപ്പോ എല്ലാം മാർഗനിർദ്ദേശം ആവുള്ളൂ. നിങ്ങൾ മെഹബൂബെ ഇസ്ലാമിന്റെ നിയമമോ ഇസ്ലാം കണ്ടീഷനിലാണെന്നോ ഇതൊന്നും അല്ല എന്റെ ചോദ്യം. മനസ്സിലായോ? എന്റെ ചോദ്യം പ്രപഞ്ച സൃഷ്ടാവ് പിതാവിനെ കുറിച്ചാണ്. ഇസ്ലാമിന്റെ കാര്യമൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തു. ഞാൻ പറയുന്നത് എന്നെയും മെഹബൂബിനെയും സൃഷ്ടിച്ച നമ്മളെ രണ്ടുപേരെയും ഒരുപോലെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ആ പിതാവ് നിങ്ങൾക്ക് അവസാനം ഇറക്കി തന്ന ഖുറാന്റെ അകത്ത് എന്നെ സ്നേഹിക്കണം, അത് എന്റെ ഒരു അവകാശമല്ലേ? ശരി, ഇത് കേൾക്ക്, മനസ്സിലാക്ക്.
നമ്മളെ രണ്ടുപേരെ ഒരാൾ സൃഷ്ടിച്ചു, നിങ്ങൾക്ക് ഒരു ഒടുക്കത്തെ പുസ്തകം ഇറക്കി തന്നു, അത് അവസാനത്തെ എല്ലാം കറതീർന്ന ഒരു പുസ്തകമാണ് നിങ്ങൾ പറയുന്നു. ആ പുസ്തകത്തിന്റെ അകത്ത് എന്നെ സ്നേഹിക്കണം, മെഹബൂബ് എന്നെ സ്നേഹിക്കണം എന്ന് പറയുന്ന ഒരു ആയത്താണ് ഞാൻ ചോദിക്കുന്നത്. അതിന്റെ അകത്ത് കണ്ടീഷൻ വേണ്ട, അതിന്റെ അകത്ത് ഒരു കണ്ടീഷനും ഞാൻ വെക്കാൻ തയ്യാറല്ല. മനസ്സിലായോ? ആസ് എ ഹ്യൂമൻ ബീങ്. എവിടെ? അല്ലല്ല എന്നെ സ്നേഹിക്കണ പറ്റി പറയുന്നില്ല. അല്ലല്ല എന്നെ സ്നേഹിക്കണം അല്ല, അവിടെ തെറ്റ്. കാരണം മതകാര്യങ്ങളിൽ പറഞ്ഞു തന്നെയാണ് അത് ആയത്തോടെ. കാരണം മതകാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും തെറ്റി. അംഗീകരിക്കുക എന്ന് പറഞ്ഞാണ് മതകാര്യം എന്ന് പറയുന്നത്. ഒന്നാമത് അതന്നെ ദൈവമായ പിതാവാണ് നമ്മള് മെഹബൂബ് കിടന്ന് ചാടാതെ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് ഏക സത്യ ദൈവമാണ്. നമ്മളത് പ്രീഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് പറയേണ്ട കാര്യമില്ല. മനസ്സിലായോ? എന്നെയും താങ്കളെ സൃഷ്ടിച്ച ഏക സത്യ ദൈവമാണ്, പ്രീഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെന്തിനാണ് നമ്മൾ അതിലോട്ട് പോകുന്നത്? പിന്നെ നിങ്ങൾ മതകാര്യം പറഞ്ഞുകൊണ്ട് ഇതിന്റെ ആയത്ത് കൊണ്ടിരുന്നേ. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ അതാ ചോദിച്ചത്, ക്രിസ്ത്യാനിയായി എന്നെ സ്നേഹിക്കണമെന്ന് ഖുറാന്റെ അകത്ത് ഒരു ആയത്ത് കാണിക്കാനാണെന്ന് പറഞ്ഞത്. കാരണം നിങ്ങൾ പറഞ്ഞു നമ്മുടെ രണ്ടുപേരുടെയും പിതാവ് ഒന്ന് തന്നെയാണ്. ഞാൻ വിളിക്കുന്ന ആളെ തന്നെയാണ് നിങ്ങൾ വിളിക്കുന്നത്. അപ്പൊ ആ പിതാവാണ് നിങ്ങൾക്ക് ഖുറാൻ ഇറക്കി തന്നെന്ന് പറയുന്നു. അപ്പൊ ആ ഖുറാന്റെ അകത്ത് ഞാൻ ചോദിക്കുന്നത്, എന്നെ സ്നേഹിക്കണമെന്ന് പറയുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിച്ചോ എന്നുള്ളതല്ല, ഇപ്പൊ കണ്ടീഷൻ വെച്ച് സ്നേഹിക്കണോ ഒന്നും അല്ല പറയുന്നത്. എന്നെ സ്നേഹിക്കണമെന്ന് പറയുന്ന ആയത്താണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് എസ് ടി ബ്രദറെ, ഞാൻ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതോ അത് മാത്രമല്ല നിങ്ങൾ വിശ്വസിക്കുന്ന ഈ അള്ളാഹല്ല ഞങ്ങളുടെ പിതാവ്, അതും കൂടെ ഓർമ്മ വെച്ചോളൂ. ജെഫ്സൺ ബ്രദർ അതിലോട്ട് പോകണ്ട. അത് അങ്ങനെയാണെന്ന് നമ്മൾ പ്രീഫിക്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ പുസ്തകത്തിന്റെ അകത്ത് എന്നെ സ്നേഹിക്കണം പറഞ്ഞൊരു ആയത്ത് കാണണ്ടേ? അല്ലല്ല, അതിനകത്ത് ഒരു കൊളുത്ത് വരുന്നുണ്ട്, അതിനകത്ത് ഒരു കൊളുത്ത് ഇടുന്നുണ്ട്, പിതാവ് എന്ന് വെച്ചിട്ട് അതൊരു കൊളുത്ത്. അത് ആയിക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇതിന് മറുപടി താ. കാരണം എന്താണ് ഈ ഖുറാന്റെ അകത്ത് എന്നെ സ്നേഹിക്കും. ഞാനത് അറബി പറഞ്ഞു. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ എന്നല്ല പറയേണ്ടത്, ഇന്ന മന്നാസിർ ഇഖ്വാ എന്ന് പറയുന്ന ഒരു ആയത്ത് കാണിക്കാനാണ് ഞാൻ പറഞ്ഞത്. അതായത് മറ്റുള്ളവരെ, മനുഷ്യരെ സ്നേഹിക്കണമെന്ന് പറയുന്ന ആയത്തുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിൻ്റെ അകത്തില്ല. അതിൻ്റെ അകത്ത് മെഹബൂബ് ഉണ്ടെങ്കിൽ പറ മെഹബൂബ്, ഈ കണ്ടീഷൻ ഒന്നും വെക്കാതെ പറ. എന്തിനാ അള്ളാഹ്ക്ക് ഇത്രയും കണ്ടീഷൻ വെക്കുന്നത്? എല്ലാവരും സൃഷ്ടിച്ച അള്ളാഹുവാണ്. അവിടെ തന്നെ ഒരു വിരോധാഭാസമല്ലേ? ഇതെല്ലാം സൃഷ്ടിച്ച ഒരു ക്രിയേറ്റർ ആണെങ്കിൽ ആ ക്രിയേറ്റർ പറയുക, ചിലരെ നിങ്ങൾ മതകാര്യങ്ങളിൽ അവര് വിശ്വസ്തത പാലിക്കുകയും ആ രീതിയിൽ നിങ്ങളുടെ കൂടെ വന്നാൽ മാത്രമേ അവരെ സ്നേഹിക്കാന്ന് പറയുമ്പോഴത്തേന് ഇത് എന്ത് ക്രിയേറ്ററാ? അവിടെ മനസ്സിലായില്ലേ? രണ്ടും രണ്ട് ക്രിയേറ്ററാണ്. ഞങ്ങൾ വിശ്വസിക്കുന്ന ക്രിയേറ്റർ അല്ല, നിങ്ങൾ വിശ്വസിക്കുന്ന ക്രിയേറ്റർ എന്ന് അവിടെ തന്നെ വ്യക്തമല്ലേ? മെഹബൂബ് ഇപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് അതല്ലേ പറയാൻ ശ്രമിക്കുന്നത് അല്ലേ? അപ്പൊ അതല്ല ഞാൻ ചോദിച്ചത്. നമ്മളെ രണ്ടുപേരെയും കോമൺ ആയിട്ട് അംഗീകരിക്കുന്ന ഒരു വേർഡ് ഖുറാന്റെ അകത്ത് കാണിക്കാനാണ് ഞാൻ പറഞ്ഞത്. യാഷ് ഭായ്, താങ്കളൊരു ചോദ്യം ചോദിച്ചു, അത് വിശദീകരിക്കാനുള്ള ഒരു 2 മിനിറ്റ് തരാനുള്ള ഒരു സന്മനസ് നിങ്ങൾ കാണിക്കണം. നിങ്ങൾ 10 മിനിറ്റ് എടുത്തു. പക്ഷെ പറയുന്നത് നിങ്ങൾ 10 മിനിറ്റ് എടുത്തു. പറയുന്നത് കറക്റ്റ് ആയി. വിശദീകരിക്കട്ടെ. ഇന്നെന്താ ഇങ്ങനെ ഒരു സഹിഷ്ണുത കാണിക്കേ? ഞാൻ ഒറ്റക്കല്ലേ ഇവിടെ ഉള്ളൂ, നിങ്ങൾ കുറെ ആൾക്കാരില്ലേ? അതായത് ഞാൻ പറഞ്ഞു, ഇസ്ലാമിന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും കണ്ടീഷൻ വെച്ചിട്ടുള്ളത് തന്നെയാണ്. ഇവിടെ ഒന്ന് സബുവായിങ്ങളെ വല്ലാത്തൊരു കഥയാണല്ലോ. എന്നെ സംസാരിക്കാൻ എന്താണെന്നറിയോ മെഹബൂബ്, ഇടപെടുന്ന എന്താണെന്നറിയാമോ? പറഞ്ഞു പോകാനാക്കട്ടെ. എന്താ ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോ നിങ്ങളെ എന്റെ വായ കയറി നിൽക്കി ഇങ്ങനെ പറയാൻ കഴിയാ? ഒരു മിനിറ്റ്, ഞാൻ ഒരു 2 മിനിറ്റ് തരും, ഞാൻ പറയട്ടെ, സംസാരിക്കട്ടെ. ഇവിടെ നമുക്ക് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളിവിടെ ഇരിക്കുന്നത്. മനസ്സിലായി എടുത്തോളൂ. ഞാൻ ഇടപെടുകയല്ല, പ്ലീസ് ഇടപെടുകയല്ല. മെഹബൂബ് എന്താണെന്നറിയോ, മെഹബൂബ് പറയുമ്പോൾ വീണ്ടും ഈ കണ്ടീഷണൽ എന്ന് പറയുന്ന സംഭവം അതിനകത്ത് വീണ്ടും കയറി വരികയാണ്. അള്ളാഹു ഞങ്ങളുടെ ഖുറാനില് അള്ളാഹു പറയുന്നു മതകാര്യങ്ങൾ എന്ന് പറയുന്നു, ഞങ്ങളുടെ ദൈവം സത്യവിശ്വാസികളോട് എന്ന് പറയുമ്പോൾ തന്നെ എന്തിനാണ് ദൈവം ഇങ്ങനെ ഒരു കണ്ടീഷൻ വെക്കുന്നത്? എല്ലാവരെയും സൃഷ്ടിച്ചത് ഈ പറയുന്ന ദൈവമാണെങ്കിൽ എന്തിനാണ് സത്യവിശ്വാസികളെന്നോ മുസ്ലിങ്ങളെന്നോ എന്നൊരു കണ്ടീഷന്റെ ആവശ്യം അവിടെ ഇല്ല. അതാണ് ഫ്രൈസ് ചെയ്യുന്നത്. മെഹബൂബ് അതിനെ കുറിച്ച് പറയൂ. വേറെ പറയുമ്പോഴാണ് അറിയാണ്ട് ഈ എല്ലാവരും ഇടപെട്ട് പോകുന്നത്. പറഞ്ഞില്ലല്ലോ, അതിന് മുമ്പ് നിങ്ങളുടെ വായ കയറിയിരിക്കുകയാണല്ലോ. പറയാൻ അനുവദിക്കുക, അപ്പൊ അല്ലേ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇവിടെ എന്താണ് ഉദ്ദേശിച്ചത്? മതകാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഈ ഏകസത്യ ദൈവത്തെ, അതായത് അള്ളാഹുവിനെ, പിതാവ് മാത്രമാണ് ആരാധനക്കർഹൻ, അവനോട് മാത്രം പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് സന്ദേശം. ആ സന്ദേശം സ്വീകരിച്ചത് കൊണ്ട്
നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും, അതായത് മുസ്ലിം ആയതിന്റെ പേരിൽ ആ ഒറ്റ കാരണമാണ്, വേറൊന്നുമല്ല, മുതലിനോ സ്വത്തിനോ വേണ്ടിയിട്ടല്ല. ഈ ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുന്നതും നിങ്ങൾ അവരോട് നീതി കാണിക്കുന്നതും അള്ളാഹു നിങ്ങളോട് നിരോധിക്കുന്നില്ല. തീർച്ചയായും അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അതായത് യാഷ്ബായിനെ പോലുള്ള ആളുകളോട് സ്നേഹബന്ധം പുലർത്തുന്നതും നീതി കാണിക്കുന്നതും പിതാവ് ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അതേസമയത്ത് താങ്കൾ എന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഏത് കാരണം കൊണ്ട്? താങ്കളുടെ മുതൽ കട്ടീനല്ല, ഞാൻ മുസ്ലിമായ ഒറ്റ കാരണം കൊണ്ട് താങ്കൾ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ താങ്കളെ സുഹൃത്താക്കാൻ പറ്റൂല, സ്നേഹബന്ധം പുലർത്താൻ പറ്റൂല. അങ്ങനത്തെ ആളുകൾ അക്രമികളാണ് എന്ന് അടുത്ത വചനത്തിൽ പറയുന്നത്. ഓക്കെ മെഹബൂബെ, അത് അപ്പൊ അത് എനിക്കൊരു പറയാൻ ചോദ്യം. നിങ്ങളോട് ഓക്കെ, എനിക്ക് നിങ്ങൾ എന്നെ മനസ്സിലായി. അല്ല, സമ്മതിക്കില്ല. എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. മതകാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കണമെന്ന് നിങ്ങൾ ആദ്യമേ അതിന്റെ ആദ്യത്തെ ലൈനിൽ ആയത്തിനുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഞാനൊരു ക്രിസ്ത്യാനിയാ. അപ്പൊ മതകാര്യങ്ങളിൽ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയായ എന്റെ മതത്തിൽ സൂക്ഷ്മത പാലിക്കണമെന്നാണോ? ഞാൻ നേരെ മറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിൽ സൂക്ഷ്മത പാലിക്കണമെന്നാണോ അവിടെ പറഞ്ഞിരിക്കുന്നത്? അത് പറ. ഞാൻ എന്റെ ചോദ്യം മനസ്സിലായോ? മതകാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്നപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയാണല്ലോ. അപ്പൊ നമ്മൾ തമ്മിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ക്രിസ്ത്യാനിയായ എന്നെയും ഹിന്ദുവായ വേറൊരാളെയും പാഴ്സിയായ വേറൊരാളെയും മുസ്ലിമായ വേറൊരാളെയും സൃഷ്ടിച്ചതെല്ലാം മെഹബൂബിന്റെ വാദം അനുസരിച്ച് ഈ ക്രിയേറ്ററാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ക്രിയേറ്റർ പറഞ്ഞത് ഈ മതകാര്യങ്ങളിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് മതത്തിന്റെ കാര്യമാണ്? അപ്പൊ ഞാനൊരു ക്രിസ്ത്യാനിയാ, എന്നോട് മതകാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കണം അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഈ ക്രിസ്തു മതത്തിൽ സൂക്ഷ്മത പാലിക്കണമെന്നാണോ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്? അതൊന്ന് വ്യക്തമാക്കാവോ? അതെവിടെ യശ്ബായി പറഞ്ഞത് സൂക്ഷ്മത പാലിക്കാൻ പറഞ്ഞത്? എവിടെയാണ്? അല്ല, ഇപ്പൊ മതകാര്യങ്ങളിൽ പിന്നെ എന്തൊന്ന് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? മതകാര്യത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുകയും, അതായത് ഞാൻ മുസ്ലിം ആയതിന്റെ പേരിൽ എന്നെ ഇല്ലായ്മ ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ അതായത് ഞാൻ മുസ്ലിം ആയതിന്റെ പേരിൽ എന്നെ വീടിൽ നിന്ന് പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതായത് യാഷ്ബായിനെ പോലെ ആളുകളോട് നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുന്നതും നിങ്ങൾ അവരോട് നീതി കാണിക്കുന്നതും അള്ളാഹു നിങ്ങളോട് നിരോധിക്കുന്നില്ല. തീർച്ചയായും അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അതായത് യാഷ്ബായിക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യേ, നിങ്ങളെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സൽക്കർമ്മം ചെയ്താൽ അത് പിതാവ് ഇഷ്ടപ്പെടുന്നു. അതാണ് അവിടെ പറഞ്ഞത്. അതേസമയത്ത് അതിന്റെ തൊട്ടായത്ത് മതകാര്യത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും നിങ്ങളെ പുറത്താക്കുന്നതിൽ പരസ്പരം സഹകരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ച് മാത്രമാണ് അവരോട് മൈത്രി കാണിക്കുന്നത് അള്ളാഹു നിരോധിക്കുന്നത്. വല്ലവരും അവരോട് അല്ല, ഇപ്പൊ പറഞ്ഞതിന്റെ അകത്തുണ്ട്. അതായത് മതകാര്യങ്ങളിൽ നിങ്ങളോട് മൈത്രി കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ പ്രശ്നക്കാരനാണോ? മതകാര്യങ്ങളിൽ നിങ്ങളോട് ഞാൻ മൈത്രി കാണിക്കാതിരുന്നാൽ ഞാൻ പ്രശ്നക്കാരനോ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അമുസ്ലിങ്ങളെ സ്നേഹിക്കാനായിട്ട് നിങ്ങൾ സ്നേഹിക്കാനായിട്ട് ഖുറാനിന്റെ അകത്ത് വ്യവസ്ഥിതി ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതാണ് നമ്മുടെ രക്ത ചുരുക്കം. ഇതാണ്, ആ മുസ്ലിങ്ങളെ സ്നേഹിക്കാൻ ഖുറാൻ പറഞ്ഞിട്ടുണ്ടോ? ആ മുസ്ലിങ്ങളെ സ്നേഹിക്കാൻ അല്ലല്ലോ, അങ്ങനെ അല്ലല്ലോ. അവിടെ കണ്ടീഷൻസ് ഉണ്ടല്ലോ. അവിടെ കണ്ടീഷൻസ് ഉണ്ട്. ആ മതകാര്യങ്ങളിൽ ഞാൻ നിങ്ങളുമായിട്ട് അനുരൂപപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഈ പറയുന്ന പ്രപഞ്ച അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ആയത്ത് പറയാം. ഈ ഖുറാൻ പ്രകാരം ആ മുസ്ലിങ്ങൾ നജസാണോ അല്ലയോ? പറ. ഖുറാൻ പ്രകാരം ആ മുസ്ലിങ്ങൾ നജസാണോ അല്ലയോ? പറ. ഞാൻ ആയത്ത് തരാം. ആ മുസ്ലിങ്ങൾ നജസാണോ അല്ലയോ? നിങ്ങൾ പറ. വിശ്വാസപരമായിട്ട് മ്ലേച്ഛമാണ്. അതായത് എന്നെ എന്റെ വിശ്വാസം പറയാതെ വിശ്വാസം പറയാതെ അതെങ്ങനെയാ? നമ്മുടെ രണ്ടുപേരുടെയും ക്രിയേറ്റർ ഒരാളാണ്. ക്രിസ്ത്യാനിയായ എന്റെയും, അതുകൊണ്ട് അതിലാണല്ലോ നമ്മൾ വാദം തുടങ്ങിയത്. ക്രിസ്ത്യാനിയായ എന്റെയും മുസ്ലിമായ മെഹബൂബിന്റെയും ക്രിയേറ്റർ ഒരാളാണ്. ആ ക്രിയേറ്റർ തന്നെയാണ് നിങ്ങൾക്ക് ഖുർആൻ ഇറക്കി തരുന്നത് പറയുന്നത്. ആ ക്രിയേറ്റർ പറയുവാണ് ആ മുസ്ലിങ്ങൾ, അതായത് ക്രിസ്ത്യാനിയായ ഞാൻ നജിസാണെന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് ടാലി ആകുന്നത്? ഇതൊരു കോൺട്രഡിക്ഷൻ അല്ലേ? അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. മനസ്സിലായോ? അതിനെ പറ്റി പറയൂ. ആ മുസ്ലിങ്ങൾ വിശ്വാസം മാറ്റിയ മ്ലേച്ഛത പോയി. പിന്നെ അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. യു സെഡ് ഇറ്റ്. അതാണ് അതിന്റെ അർത്ഥം. അതായത് മുസ്ലിമായ മെഹബൂബ് പറയാണ്, ക്രിസ്ത്യാനിയായ എന്റെ വിശ്വാസം തെറ്റാണ്, അതുകൊണ്ട് നിങ്ങൾ നജസാണ്. ദാറ്റ് മീൻസ് നിങ്ങൾ വിളിക്കുന്ന പിതാവല്ല ഞങ്ങളുടെ പിതാവ്. അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ വിളിക്കുന്ന പിതാവ് തന്നെയാണ്
അല്ല, ഞങ്ങൾ വിളിക്കുന്ന പിതാവ് തന്നെയാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ പിതാവ് ഇറക്കി കൊടുക്കുന്ന പുസ്തകത്തിന്റെ അകത്ത് ഈ പിതാവ് പറയത്തില്ല എന്ത് ആ മുസ്ലിങ്ങൾ, അതായത് ക്രിസ്ത്യാനികൾ നജിസാന്ന് പറയത്തില്ല. ദാറ്റ് മീൻസ് അല്ലല്ല, എനിക്ക് ഞാനൊന്ന് കംപ്ലീറ്റ് ആകട്ടെ. അതിന്റെ അർത്ഥം ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അതിന്റെ അർത്ഥം ഇപ്പം മെഹബൂബ് തന്നെ ഇത് പറഞ്ഞു, വിശ്വാസപരമായി വേറിട്ടൊരു വിശ്വാസം നിൽക്കുന്ന ആള് നജസാണെന്ന് പറയുന്നു. അത് തന്നെയാണ് എന്റെ പോയിന്റ്. ദാറ്റ് മീൻസ് നിങ്ങൾ വിളിക്കുന്ന പിതാവല്ല, അല്ലെങ്കിൽ താങ്കൾ വിളിക്കുന്ന ദൈവമല്ല ഞങ്ങൾ വിളിക്കുന്ന ദൈവം. ഇനി അതിനെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കരുത്. കാരണം നിങ്ങളുടെ പുസ്തകത്തിന്റെ അകത്ത് നിങ്ങളുടെ പിതാവ് എഴുതി പറഞ്ഞിരിക്കുകയാണ്. പിതാവ് എന്ന് പറയുന്നത് നിങ്ങൾക്കില്ല, മെഹബൂബിന് വേണ്ടി മാത്രം. മെഹബൂബിനോട് സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ അള്ളായ പിതാവ് എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അല്ലാതെ ലോകത്തെ ഒരു മുസ്ലിമും അള്ളായ പിതാവ് എന്ന് കയറി വിളിക്കത്തില്ല. അള്ളാഹ് പിതാവായിരുന്നു, ആ 3 പിള്ളേരുടെ പിതാവായിരുന്നു. ആ പിതാവിനെയാണ് മുഹമ്മദ് അടിച്ചു മാറ്റിക്കൊണ്ട് ഏകദൈവമാക്കി. അത് വേറെ സബ്ജക്റ്റ്, അത് അവിടെ നിൽക്കട്ടെ. മെഹബൂബിനോട് സംസാരിക്കുമ്പോൾ മാത്രം ഞാൻ പറയുകയാണ് ഇത് പിതാവ് എന്ന് പറയുന്നത് മാത്രം. അപ്പോൾ ആ പിതാവല്ല ഈ പിതാവ്. കാര്യം നിങ്ങളുടെ പിതാവ് പറഞ്ഞിരിക്കുകയാണ് ആ മുസ്ലിങ്ങൾ നജസാണെന്ന്. അപ്പൊ തന്നെ ഡിഫറൻഷിയേറ്റ് ആയി, അവിടെ തന്നെ 2 വേർതിരിവ് വന്നു കഴിഞ്ഞു. അപ്പൊ ഇനിയെങ്കിലും ഇത് പറയാതിരിക്കുക, നിങ്ങളുടെ പിതാവും ഞങ്ങളുടെ പിതാവും ഒന്നാണെന്ന് ഒരിക്കലും പറയാതിരിക്കുക. ഓക്കെ, ഇനി വന്ന് ഒരു സെക്കൻഡ് അതൊന്ന് നിർത്തട്ടെ. അതുകൊണ്ട് മൊയ്ബൂ കൂട്ടുകാരാ, നിങ്ങൾ ഇനി വന്ന് ഈ റൂമിനകത്ത് നിങ്ങളുടെ പിതാവ് എൻ്റെ പിതാവ് ഒന്നാണെന്നും പറഞ്ഞു വരരുത്. നിങ്ങളുടെ പിതാവ്, നിങ്ങൾക്കൊരു പിതാവും ഇല്ല. ആ പിതാവ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അടിമയെന്ന് വിളിക്കത്തില്ലായിരുന്നു. അപ്പൊ നിങ്ങൾക്കൊരു യജമാനാണുള്ളത്, പാപം ചെയ്യാനുള്ള അധികാരം തന്നിരിക്കുന്ന ഒരു യജമാൻ. അതുകൊണ്ട് പിതാവാണെന്ന് ഇനി പറയരുത്. ഇനി പറഞ്ഞോ. ഓക്കെ. അല്ല, ഇവിടെ വളരെ വ്യക്തമാണ്. അതായത് ആ പിതാവിനെ ദൈവമായിട്ട് അംഗീകരിക്കാത്ത മനസ്സുകളാണ് മ്ലേച്ഛം എന്ന് പറയുന്നത്. അതിൽ അവൻ അംഗീകരിച്ച കഴിഞ്ഞില്ല. നിങ്ങൾ പിതാവിനെ വിട്ട് യേശു ആണ് ക്രിയേറ്റർ എന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതാണ് ഖുർആൻ നിശ്ചിതമായി വിമർശിക്കുന്നത്. എന്റെ പൊന്ന് മെഹബൂബേ, എത്ര പ്രാവശ്യം പറഞ്ഞു ഇനിയെങ്കിലും ഞങ്ങളുടെ പിതാവാണ് നിങ്ങളുടെ പിതാവെന്ന് പറയരുത്. ആ പിതാവ്, ഞങ്ങളുടെ പിതാവ് പറഞ്ഞ നീ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നാ. അവിടെ ക്രിസ്ത്യാനിയെ സ്നേഹിക്കണമെന്നോ അവിടെ മുസ്ലിമിനെ സ്നേഹിക്കണം എന്തോ ആളെ പോയോ? മുസ്ലിമിനെ സ്നേഹിക്കണം, ആ ഹിന്ദുവിനെ സ്നേഹിക്കണമെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. അതായത് നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. അവിടെ ക്രിസ്ത്യാനി ആയവനെ മാത്രമേ സ്നേഹിക്കാവുള്ളെന്നോ അല്ലെങ്കിൽ നീ മുസ്ലിമിനെ സ്നേഹിക്കരുത് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ മൊയ്ബൂബ്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, ഇനി അടുത്ത വിഷയം സംസാരിച്ചോളൂ. അച്ചമ്പ്രോ ഒരു കാര്യം, അതായത് ഈ ഖുറാന്റെ, നമ്മുടെ ഇവിടെ ആരാ ഉള്ള ഉണ്ടോ? ഖുറാന്റെ 2:143 ആയത്തിന്റെ അതിന്റെ ഏറ്റവും ഒടുവിൽ പറയുന്ന കാര്യം, അള്ളാഹു ലോകരോട് ഏറ്റവും വാത്സല്യമുള്ളവനും ദയാപരനുമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. പശു എഴുതിയ സൂറ 2-ാമത്തെ അധ്യായം അതിന്റെ 143. അതാരേലും ഞാൻ മൊത്തം ഇട്ടാൽ അതിന്റെ ഒടുവിലത്തെ ഭാഗം വരികയില്ല. അതാരെങ്കിലും ഒടുവിലത്തെ ഭാഗം മാത്രം ഒന്ന് വായിച്ചാലും മതി. വായിക്കാമോ? ആരെങ്കിലും ഒന്ന് വായിക്കേ. എനിക്കാണെങ്കിൽ ബാക്കിൽ പോയി കഴിഞ്ഞാല് ഞാൻ വായിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും വായിക്കേ. ജോയൽ ഭദ്രൻ ഉണ്ടോ? ഏതാ എന്ന് പറഞ്ഞേ? 2:143 അൽബക്ര 2:143. പശു എഴുതിയതിന്റെ 143. ഇത് മെഹബൂബ് കണ്ടില്ലെന്ന് തോന്നുന്നു ഈ വാക്യം. അതായത് മെഹബൂബ് കണ്ടോളൂ. മെഹബൂബ് കേട്ടാ മെഹബൂബിനെ മേളിൽ കയറ്റുന്നതിനോട് തന്നെ എനിക്ക് വിയോജിപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തു പറഞ്ഞാലും ഈ വിസർജ്യം അല്ലാതെ വായിന്ന് ഇങ്ങോട്ട് വരികയില്ല. പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കിയല്ല അയാള്. പശുവിന്റെ എത്രാമത്തെയാ? 143. 143. അതിന്റെ ഒടുവിലത്തെ ഭാഗം മാത്രം വായിച്ചാൽ മതി. ലോകരോടുള്ള സ്നേഹം അറിഞ്ഞാൽ മതി. അത് മൊത്തം വായിക്കട്ടെ? 143 മൊത്തം വായിക്കട്ടെ? വായിച്ചു. എന്നിട്ട് ആ ഒടുവിലത്തെ പോയിന്റ് 2-3 വട്ടം വായിക്കണേ. ഏറ്റവും ഒടുവിലത്തെ പോയിന്റ്. ഓക്കെ, എന്നിട്ട് വായിക്കാം. അപ്രകാരം നാം നിങ്ങളെ ഒരു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കുവാനും റസൂൽ നിങ്ങൾക്ക് സാക്ഷികളായിരിക്കുവാനും വേണ്ടി റസൂലിനെ പിൻപറ്റുന്നവരൊക്കെയെന്നും പിന്മാറിക്കളയുന്നവരാരൊക്കെയെന്നും തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമായിരുന്നു നീ ഇതുവരെ തിരിഞ്ഞു നിന്നിരുന്ന ഭാഗത്തെ നാം കിബിലയായി നിശ്ചയിച്ചത്.
അല്ലാഹു നേർവഴിയിലാക്കിയവരൊഴിച്ച് മറ്റാർക്കും അത് ഒരു വലിയ പ്രശ്നമായി തീർന്നിരിക്കുന്നു. അല്ലാഹു നിങ്ങളുടെ വിശ്വാസത്തെ പാഴാക്കി കളയുന്നതല്ല. തീർച്ചയായും അല്ലാഹു മനുഷ്യരോട് അത്യധികം ദയുള്ളവനും കരുണാനിധിയുമാകുന്നു. അതാണ് പോയിന്റ്. അല്ലാഹു ഒന്നുകൂടെ വായിച്ച ബ്രദറെ. അല്ലാഹു ലോകരോട് അല്ലാഹു അല്ല അല്ലാഹു അല്ലാഹു നിങ്ങളുടെ വിശ്വാസത്തെ പാഴാക്കി കളയുന്നതല്ല. തീർച്ചയായും അല്ലാഹു മനുഷ്യരോട് അത്യധികം ദയുള്ളവനും കരുണാനിധിയുമാകുന്നു. അപ്പൊ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. എന്തായാലും നമുക്ക് ലോകത്തില് ഇപ്പൊ മെഹബൂബ് പറയുന്ന പോലെ ലോകത്തിലെ പ്രപഞ്ച സൃഷ്ടാവ് മനുഷ്യരോടെല്ലാം അവനെന്താ അളവറ്റ വാത്സ്യമുള്ളവനും കാരുണ്യനിധിയും ദയാപരനുമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആർക്കെങ്കിലും ഈ ഗ്രൂപ്പിൽ തർക്കമുണ്ടോ? ഇനി ഇതിന് ആയത്താണ് വായിച്ചത്, തർക്കമുണ്ടോ? ഇല്ല പറഞ്ഞോ. ഇതേ അല്ലാഹു ഖുർആൻ 9-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ പറയാണ് അമുസ്ലിങ്ങൾ അശുദ്ധരാണ്. വാത്സല്യം പോകുന്ന പോകുകയാണല്ലേ. ഇപ്പം ബ്രദർ ചോദിച്ചോലെ അമുസ്ലിങ്ങൾ അശുദ്ധരാണെന്ന് ഈ പിന്നീട് പഠിപ്പിക്കുക. ഇനി അതേ അല്ലാഹു തന്നെ അല്ലാഹുവിന്റെ സ്വീകാര്യം ഇസ്ലാം 28-ാമത്തെ വാക്യല്ലേ അച്ഛാ? 28-ാമത്തെ വാക്യമല്ലേ? 9:28. സത്യവിശ്വാസികളെ ബഹുദൈവ വിശ്വാസികൾ അശുദ്ധർ തന്നെയാകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതെ, ഇതാണ് ബ്രദർ പറഞ്ഞത്. അപ്പോ ഇവിടെ കൃത്യമായിട്ട് അള്ളാഹു തന്നെ ഈ മനുഷ്യരോട് വാത്സല്യം എന്ന് പറഞ്ഞാൽ എമ്മാതിരി വാത്സല്യം. ഇനി എനിക്കൊരു സംശയമുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ. അതാണ് 42-ാം അധ്യായത്തിൽ ഒരു വാക്യം കിടപ്പുണ്ട്. അത് ഞാനൊന്ന് നോക്കട്ടെ, ഒരു സെക്കൻഡ്. ഖുർആൻ എൻ്റെ മുമ്പിലുണ്ട്. 42 ഇതെല്ലാം കൂടെ മേശപ്പുറത്ത് കൊള്ളുന്നില്ല. 42-15 ഉണ്ട്, 7 ഉണ്ട്. അത് ഏതാന്ന് നോക്കാം. 15 ഇവിടെ ഇവിടെ പറയുന്നത് ഈ 42-15 ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇത് ഞാൻ വായിക്കുന്നത് TK ഉബൈദ് വിവർത്തനം, അതായത് IPH പ്രസിദ്ധീകരണമാണ്. മുസ്ലിം ഇസ്ലാം പബ്ലിഷിംഗ് ഹൗസ് ഇവരുടെ പ്രവർത്തനമാണ്. ഇവര് കേരളം മുഴുവൻ അല്ലെങ്കിൽ മലയാളത്തിൽ അച്ചടിച്ചു വയ്ക്കുന്ന ഖുർആന്റെ വിവർത്തനമാണിത്. ഇതിൽ 42-15 ഞാൻ വായിക്കുന്നത്. അതിനാൽ പ്രവാചകൻ ഈ ദീനിലേക്ക് പ്രബോധനം ചെയ്യുക. നീ അനുശാസിക്കപ്പെട്ടിട്ടുള്ളതുപോലെ ഇതിൽ സ്ഥൈര്യത്തോടെ നിലകൊള്ളുക. ഈ ജനത്തിന്റെ ഇച്ഛകളെ പിന്തുടരാതിരിക്കുക. ഇവരോട് പ്രഖ്യാപിക്കുക, അല്ലാഹു അവതരിപ്പിച്ച ഏത് വേദത്തിലും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിടയിൽ നീതി പാലിക്കണമെന്ന് ഞാൻ ആജ്ഞാപിക്കപ്പെടുന്നു. അല്ലാഹു പ്രത്യേകമായിട്ട് ഒരു പ്രവാചകനെ തെരഞ്ഞെടുത്ത്, ഒടുക്കത്തെ പ്രവാചകൻ, അത് പ്രത്യേകം പറയണം, ഒടുക്കത്തെ, അതായത് ഏറ്റവും ഒടുക്കത്തെ, ഇനി ആരുമില്ല, ആ ഒടുക്കത്തെ പ്രവാചകനെ നീതി പാലിക്കണമെന്ന് ആജ്ഞാപിക്കുന്നു. ഇപ്പൊ ഈ ദൂതൻ തന്നെ പറയുന്നതാണിത്. നിങ്ങൾക്കിടയിൽ നീതി പാലിക്കണമെന്ന് ഞാൻ ആജ്ഞാപിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെയും നിങ്ങളുടെയും റബ്ബ് അല്ലാഹു ആകുന്നു. ഞങ്ങളുടെ കർമ്മങ്ങൾ ഞങ്ങൾക്ക്, നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾക്കും. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു വഴക്കുമില്ല. അല്ലാഹു നമ്മെ എല്ലാവരെയും ഒരു നാൾ ഒരുമിച്ച് കൂട്ടുന്ന കാരണം. ഈ ഒരായത്ത് വായിക്കുമ്പോൾ നമ്മൾ ഇതിനോട് ചേർന്ന് 29-46 വായിക്കണം. എന്നാലേ നമുക്ക് ഇവിടെ ഒരു വഴക്കുമില്ല. അള്ളാഹു നീതി പാലിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ പ്രവാചകനെ അയച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മതത്തിൽ നിങ്ങൾക്ക്, ഞങ്ങളുടേത് ഞങ്ങൾക്ക്, ഒരു പ്രശ്നവുമില്ല. ഇനി അടുത്തത് കേട്ടോണം. ഈ 29-46 നിങ്ങൾ കൂട്ടിക്കേൾക്കണം. നിങ്ങൾ വേദക്കാരോട് സംവാദത്തിൽ ഏർപ്പെടരുത്, ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിലല്ലാതെ. അപ്പൊ ഇവിടെ വന്ന് തെറി പറയുന്ന ആൾക്കാരെയൊക്കെ നമ്മളൊന്ന് ഓർക്കണം. ഇത് അല്ലാഹു പറയുന്നതാണ്. ഇനി പറയണ അവരിൽ ധിക്കാരികൾ ഒഴിച്ച്, അവരിൽ ആരാണ് ധിക്കാരികൾ? ഇവരെ മനുഷ്യരെ കൊല്ലാൻ പോകുന്നുണ്ടോ? അവരോട് പറയും, ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിനും നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതാണ് എൻ്റെ ചോദ്യം. ഞങ്ങൾ എന്ന് പറയുന്ന അള്ളാഹുവും മുഹമ്മദും ആണോ? മുഹമ്മദും ജിബ്രീലും അള്ളാഹുവും കൂടിയാണോ? ഇതാണ് ഞാൻ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഞങ്ങൾ വിശ്വസിക്കുന്നു, അതായത്
ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതും നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും ഒന്ന് തന്നെ. അപ്പൊ അള്ളാഹുവിന്റെയും മുഹമ്മദിന്റെയും ദൈവവും ഈ വേദക്കാരുടെ ദൈവവും ഒന്ന് തന്നെ എന്നിവിടെ പറഞ്ഞിരിക്കുക. ഇനി അടുത്തത്, ഞങ്ങൾ അവന്റെ മാത്രം, അതായത് മുസ്ലിങ്ങള്, അത് മുസ്ലിങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, മുസ്ലിങ്ങളാകുന്നു. നാം ഇതേ വിധം നിന്നിലേക്ക് അവതരിപ്പിച്ചു, അതിനാൽ നാം നേരത്തെ വേദം നൽകിയിട്ടുള്ള ഇതിൽ വിശ്വസിക്കുന്നു. ഈ ആളുകൾ വളരെ പേർ ഇതിൽ വിശ്വസിക്കുന്നുണ്ട്. നിഷേധികൾ മാത്രമേ നമ്മുടെ സൂക്തങ്ങളെ തള്ളിക്കളയുന്നുള്ളൂ. അതിൽ നമ്മുടെ ആ ഏറ്റവും ഇവര് പറയുന്നത്, ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത് നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും ഒന്നാണ്. അപ്പൊ ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ വ്യത്യാസമില്ല, നമ്മള് ഒരേ ദൈവമാണ്. ഇതൊക്കെ പറയുന്ന ഈ അള്ളാഹ് തന്നെയാണ് പറയുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നവൻ മാത്രമേ സ്വർഗത്തിൽ പോകൂ. നോക്കണം, പണി പാളുന്നതാണ്. 9:111 ഞാനിപ്പോ പറഞ്ഞ ആയത്. ഖുർആൻ 9:111. അമുസ്ലിങ്ങളെ കണ്ടടത്ത് വെച്ച് വെട്ടിക്കൊള്ളണമെന്ന്, യഹൂദനെയും ക്രിസ്ത്യാനിയെയും വെട്ടിക്കൊല്ലണമെന്ന് ഖുർആൻ 9:29 പഠിപ്പിക്കുകയാണ്. നോക്കിയേ, ഇത് പോകുന്ന പോക്ക് അള്ളാന്റെ വാത്സല്യം കുമിഞ്ഞു കൂടുകയാണ് കേട്ടോ. അതായത് ഈ ചില സ്ഥലത്തുനിന്ന് ഈ മഴ പെയ്യുന്ന പോലെ ഇനി ഒഴുകുകയാണ് മറ്റുള്ള ജനത്തോട്. ലോകരോട് കാരുണ്യം, അതുപോലെ തന്നെ സ്നേഹം വഴിഞ്ഞൊഴുകുകയാണ് അല്ലാഹുവിന്റെ. കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊല്ല. 8:12, 5:33, അതുപോലെ 8:39. ഇങ്ങനെ അങ്ങ് നോക്കിയാൽ നമുക്ക് കാണാം നിരവധി ആയത്തുകള്. കാണുന്നത് വെച്ച് വെട്ടിക്കൊല്ലാൻ പറഞ്ഞത് ഇസ്ലാം ഒഴികെ എല്ലാത്തിനും വെട്ടിക്കൊല്ലണമെന്ന് പഠിപ്പിക്കുന്ന ഒരു മതവും ഒരു അള്ളാഹുവും. അള്ളാഹുവിന്റെ നീതിബോധം എങ്ങനെയുണ്ട്, വാത്സല്യം എങ്ങനെയുണ്ട്. ഈ മെഹബൂബാണ് ഇവിടെ കയറി വന്ന് ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ സഹോദരനെ എത്രയോ കാലമായി പറയുന്നു, ഇപ്പോഴും ഇന്നും പറഞ്ഞു കേട്ടോ, കാര്യസ്ഥൻ. ഇനി വരുമ്പോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും ആ 16-ാം അധ്യായത്തില് അതിന്റെ 15-26 മുതൽ ആ 16-ാം അധ്യായം ഒന്ന് വായിച്ച് കേൾപ്പിക്കണം അവനെ. ഏതാണ് കാര്യസ്ഥൻ? കാര്യസ്ഥന്റെ ജോലി എന്താണ്? ഇത് മുഹമ്മദാണോ? മുഹമ്മദ് ചെയ്യാത്ത ഒരു പാപം ലോകത്തിലുണ്ടോ? മുഹമ്മദ് ചെയ്യാത്ര അധമപ്രവർത്തനം ചെയ്ത ഒരു മനുഷ്യൻ ലോകത്തിൽ ജീവിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സൻബദറുണ്ടോ ഇവിടെ? ഏതായാലും നമ്മുടെ യേശുദറിന്റെ ചോദ്യം ഒരു ഒന്നൊന്നര ചോദ്യമാണ്, നല്ല സൂപ്പർ ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സൺബ്രദർ ചോദിച്ചതിന്റെ കൂടുതൽ ഞാൻ അന്നേരം എന്റെ ഡയറിയിൽ എഴുതിയത്. അതായത് സൺബ്രദർ ചോദിച്ചു കഴിഞ്ഞ ദിവസം, അള്ളാഹു ആരെയും ജനിച്ചിട്ടുമില്ല ജനിപ്പിച്ചിട്ടുമില്ല, അള്ളാഹുവിനെ മാറ്റി നിർത്തുക, എന്നിട്ട് ഈ ഈസായുടെ അപ്പനാരാണെന്ന് പറഞ്ഞുതരിക. അതൊരു ഒന്നൊന്നര ചോദ്യം എന്ന് പറഞ്ഞ പോലെയാണിത്. അതായത് ഏതെങ്കിലും ഇസ്ലാം ഒഴികെ വേറെ ബഹുദൈവ വിശ്വാസികളെ സ്നേഹിക്കാനുള്ള, അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണമെന്നുള്ള ഒരൊറ്റ ആയത്ത് സംഭവം ഇത് ഡോസ് കൂടിയ ചോദ്യമാണ്. പ്രിയപ്പെട്ട, ഇതാണ് ഈ ഇത് കൂടി ചോദ്യമാണ് നമ്മളത് രേഖപ്പെടുത്തി നമ്മുടെ കയ്യിൽ വെക്കേണ്ടത്. അങ്ങനെ ഒരു സംഭവം ഇല്ല. ലോകരോട് കൃത്യമായിട്ട് അതിന് ആൻസർ ചോദിക്കണം. ഇപ്പം യേശുദർ ഇടപെട്ടില്ലേ, 60-8 കൊണ്ട് വട്ടക്കൊട്ട വെള്ളം കുരിച്ചേനെ. ആ സമയത്ത് തന്നെ യേശുദർ ഇടപെട്ടതുകൊണ്ട് അതെടുത്ത് തൂറിക്കളഞ്ഞു. ഇതാണ് ഇതാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് എന്തോ മാങ്ങാത്തൊലിയാണെന്ന് ഇവരുടെ വിചാരം. ഒന്നെങ്കിൽ ആരും പൊട്ടനായിരിക്കണം, അല്ലെങ്കിൽ ഇയാള് പറഞ്ഞത് ഇവരുടെ അള്ളാഹു എന്ന് പറഞ്ഞ മുഹമ്മദ് എന്ന ദേവൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് വിചാരിക്കണം. ഇവരുടെ കുലഗുരു